നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഈ ഒരു നമ്മളൊരു ബിസിനസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തയ്യാറായി വന്നിരിക്കുന്നവരാണല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് നീതു എന്നാണ്. ഞാൻ ജോയിൻ ചെയ്യുന്നത് പാലക്കാട് മണ്ണാർക്കാട് നിന്നാണ്. ഓക്കെ. അപ്പോ ഇതൊരു ലേണിംഗ് പ്രോഗ്രാം ആണ്. അതായത് നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരവും നമ്മൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഇതില് പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ലീഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ ഓൾറെഡി ഉള്ള പഴയ ലീഡേഴ്സ് ആണെങ്കിലും ആരായാലും ഈ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു മുന്നോട്ട് പോകാനും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇതൊരു ലേണിംഗ് മൈൻഡിലാണ് നമ്മളിവിടെ ഇരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ഇവിടെ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സക്സസ് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സക്സസ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സും ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ന് ഈ ഒരു നല്ലൊരു വരുമാനത്തിലേക്ക് അവർ എത്തിയത്. അപ്പൊ ഇന്ന് ഈ ഒരു സെഷൻ നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയുമായിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡ് മിസ്റ്റർ ഷാജി മിത്തൽ സാറിനെയാണ്. സാറിന് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഈ ഒരു സെഷൻ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു നീതു. വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 32ഓളം ആൾക്കാരായിട്ടുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടെ ആൾക്കാർ വരാനുണ്ട്. ഒരു 10-18ഓളം ആൾക്കാർ കയറാൻ ബാക്കിയുണ്ട്. ആദ്യമായിട്ട് വന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. 2-3 ആൾക്കാർ ഇന്നലെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഒരാഴ്ചയായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. നമ്മളെല്ലാവരും പല മീറ്റിങ്ങുകളും കേൾക്കാറുണ്ട്. പല ആൾക്കാർക്കും റിപ്പീറ്റഡ് തോന്നാറുണ്ട്. ഉച്ചയ്ക്ക് കേട്ട സെയിം മീറ്റിംഗ് ആണ് വൈകുന്നേരം കേൾക്കുന്നതിൽ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ഇന്നു മുതൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വളരാനും പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി നമുക്ക് രാവിലെ 6 മണിക്ക് ഇത് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ രാവിലെ സെഷൻ ചെയ്യുന്നുണ്ട്. CEP എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ആഴ്ചയിൽ 4 ദിവസം വൈകുന്നേരത്തെയും കൂടെ മാറ്റിക്കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് തരുവാണ്. കാരണം ഈ ബിസിനസ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഇതിലൂടെ വരുമാനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ് ആണല്ലോ. എല്ലാവരും കൂടി ഉണ്ടോ? 35 പേരും ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ രക്ഷപ്പെടണം, ഇതിലൂടെ ഒരു നല്ല വരുമാനം ഉണ്ടാക്കണം, നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തംസപ്പ് തരാവോ അല്ലെങ്കിൽ രസ് തരാവോ? നിങ്ങളുടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 2 ആളെ മെസ്സേജ് അയച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്നുകൂടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെടണം, സീരിയസ് ആയി വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വന്ന ആളാണെങ്കിൽ ഒന്ന് എസ് കമന്റ് അടിക്കും. 8 പേരായി. ഞാൻ നമ്പർ നോക്കുന്നില്ല. 9 എല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാർ ഞാൻ എല്ലാം വെറുതെ ഓണാക്കി വെച്ച് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കൂടി ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മൾ ഒരു നല്ലൊരു വരുമാനം, ലക്ഷങ്ങളൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ഒരു ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്രത്തോളം കമ്മിറ്റഡ് ആവണം അല്ലേ? എത്രത്തോളം കമ്മിറ്റഡ് ആയി ജോലി ചെയ്താലാണ് നമുക്കൊരു നല്ലൊരു വരുമാനം കിട്ടുക എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത്രത്തോളം കമ്മിറ്റഡ് നമുക്ക് ഇതിലാവാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കുറച്ചെങ്കിലും സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എത്ര ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഈ ചോദിച്ച ചോദ്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഇതിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വന്ന വ്യക്തിയാണെങ്കിൽ, ഒരു ബിസിനസ് മൈൻഡിലൂടെ വന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കും. ഓക്കെ. 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വെസ്റ്റീജ് എന്നൊരു കമ്പനി 22 വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയാന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് ഇന്ന് ഒരുപാട് ലീഗലായിട്ട് ഒരു മോണിറ്റർ ചെയ്തുകൊണ്ട് ഏകദേശം 12 കമ്പനികൾ മാത്രമേ ഇന്ന് കേരളത്തിൽ ലീഗലായിട്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ പേരുകൾ നിങ്ങൾ പല ആൾക്കാരും ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ എല്ലാവരും നാട്ടിൽ കാണുന്ന പല കമ്പനികളും ലീഗലായിട്ട് ചെയ്യുന്ന കമ്പനികളല്ല. ആൾക്കാരെ കൊണ്ട് ബൾക്കായി സാധനങ്ങൾ വാങ്ങിക്കുന്ന പല കമ്പനികൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇന്ന് ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ പറയാം, നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു കമ്പനിയുടെ RTM എന്ന് പറഞ്ഞ കമ്പനി കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്തുള്ള ഒരു ടീം അങ്ങനെ തന്നെ ഇന്ന് തലശ്ശേരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടീം മുഴുവനായിട്ട്
കാരണം ഇത് ലീഗലായിട്ട് വന്നിരിക്കുന്ന കമ്പനിയാണ് വെസ്റ്റീജ്. എല്ലാ ഗവൺമെന്റ് സപ്പോർട്ട് കൂടി കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനും കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കും നിങ്ങൾ പൈസ കൊടുത്തിട്ടല്ല ബിസിനസ് തുടങ്ങുന്നത്. ആരുടെ പൈസക്കും ഒരു പൈസയും വാങ്ങിച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവരും പറ്റുന്നൊരു കാര്യമുണ്ട്. പണിയെടുക്കാതെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്ത ആൾക്കാർ പോലും പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ലോകമാണ്, കേരളമാണ് നമ്മൾ. അങ്ങനെയുള്ള പണിയെടുക്കാതെ കിട്ടുന്ന ബിസിനസ് അല്ല ഇത്. ശരിക്കും ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ലൈഫ് ലോങ് ഒരു വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ആവശ്യക്കാർ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധവുമില്ല. അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. ഇന്ന് വിജയിക്കാതെ മാറി നിൽക്കുന്ന പല ആൾക്കാരും ഇത് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എല്ലാവരെയും മ്യൂട്ടാക്കുന്നുണ്ട്. ഹോസ്റ്റ് ആയ 2-3 പേരുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 2-3 പേർക്ക് മാത്രമേ എന്നോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും മ്യൂട്ടായി. ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കി. ഓക്കെ, എനിവേ ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി അത് പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള ഇത് പല ആൾക്കാർക്കും, പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുതിയ ആൾക്കാർക്ക് മാത്രം അറിയത്തില്ല എന്നേ ഉള്ളൂ. പഴയ ആൾക്കാർക്ക് അറിയാം അല്ലേ? 4 ബേസിക്സ് അറിയാവുന്ന ആൾക്കാരാണ് പഴയ ആൾക്കാർ എല്ലാവരും. ആണോ? പഴയ ആൾക്കാർക്ക് എസ് എന്ന് പറയാൻ പറ്റുമോ? 4 ബേസിക്സ് എനിക്ക് അറിയാം സാറേ, ഞാൻ കുറേ സാറിന്റെ കേട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന ആരും ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് കമന്റ് ചെയ്യുക. നിങ്ങളത് ചെയ്യുന്നുണ്ടോ? അതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഈ 4 ബേസിക്സ് പല പ്രാവശ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ? കമന്റ് ഇടുന്നുണ്ടോ? ഈ 4 ബേസിക്സ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഈ ബിസിനസ് വിജയിക്കത്തുള്ളൂ. എല്ലാവരും ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യത്തില്ല. ചിലപ്പോൾ 1-2 ദിവസം ചെയ്യും, കണ്ടിന്യൂ ചെയ്യത്തില്ല. 1, 2, 3 ദിവസം ചിലപ്പോൾ ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂ ചെയ്യത്തില്ല. കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഈ ബിസിനസ്സിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നവരിൽ പോയിട്ടുണ്ടാവുള്ളൂ. ഇന്ന് ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലേഡിയുടെ വരുമാനം 4,26,000 രൂപ. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതാരാണെന്നറിയോ? നമ്മുടെ റെയ്ഹാനത്ത് മേഡത്തിന്റെ സഹോദരിയാണ്. 5,20,000 മേലെ വരുമാനം വാങ്ങിക്കുന്ന റെയ്ഹാനത്തിന്റെ സ്വന്തം സഹോദരിയാണ് 4,26,000 വാങ്ങിക്കുന്ന ആ മേഡം. അപ്പോൾ അവരൊക്കെ ഈ ബിസിനസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ചെയ്തുകൊണ്ടാണ് വിജയിച്ചത്. നമ്മളിൽ പല ആൾക്കാരും കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യാം എന്ന രീതിയിലാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും കുറച്ച് ഡിലേ ആയി പോകുന്നത്. എനിവേ, നമ്മളുടെ പല ആൾക്കാരും പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ്. കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, മക്കളെ നോക്കാനുണ്ട്. അതുകൊണ്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് പല വീട്ടമ്മമാരും ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടേതായുള്ള ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും. എനിവേ, അവർക്കും പോലും ഈ 4 ബേസിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആ 4 സ്റ്റെപ്പുകളെ കുറിച്ച്, അതിലൊന്ന് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇത് പഴയ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബോറടിച്ചാലും കേട്ടോളൂ കേട്ടോ. മനഃപൂർവ്വമാണ് ഞാൻ ഇത് വെക്കുന്നത്, നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് വെക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് ലിസ്റ്റ് ബിൽഡിംഗ് ആണ്. 2ാമത്തെ സ്റ്റെപ്പ് അപ്രോച്ച് ആൻഡ് ഇൻവിറ്റേഷൻ ആണ്. 3ാമത്തെ സ്റ്റെപ്പ് ഷോ ദ പ്ലാൻ ആണ്. 4ാമത്തെ സ്റ്റെപ്പ് ഫോളോ അപ്പ് ആണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും പരാജയം വരത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ പ്ലാൻ അടക്കം 22ാമത്തെ വർഷത്തെ മാർക്കറ്റിംഗ് പ്ലാനിൽ നമ്മളൊക്കെ എല്ലാവർക്കും വരുമാനം കിട്ടാൻ വേണ്ടി ഒരു കമ്പനി ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്, MCA എന്നിട്ട്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും പഴയ ആൾക്കാർക്ക് അത് തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടുണ്ടായില്ല. അത്രക്കും വരുമാനം എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാച്ചിങ് പോയിന്റ് 10ാമത്തെ വരുമാനം. അപ്പൊ നിങ്ങൾ ഇന്ന് തൊട്ട്, ഇന്ന് നിങ്ങൾ 10 മണിക്ക് ഈ മീറ്റിംഗ് തീരും, 10 മുതൽ 11 മണി വരെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു 5 പേരുടെ പേരെന്ന് നിങ്ങൾ എഴുതി വെക്കണം. ലിസ്റ്റ് ബിൽഡിംഗ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാം. ലിസ്റ്റ് ബിൽഡിങ്ങിനെ കുറിച്ചാണ് ഡീറ്റെയിൽ പറയുന്നത്. എന്താണ് ലിസ്റ്റ് ബിൽഡിംഗ്? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാറുണ്ടല്ലേ? ഒരു ബർത്ത്ഡേ, മക്കളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യും, കുറച്ച് ആൾക്കാർ. അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് എൻഗേജ്മെന്റിന് കുറച്ച് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യും. കല്യാണം ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അതേപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള, ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേര് നിങ്ങൾ മൊബൈലിനകത്ത് ഇഷ്ടമായി കോണ്ടാക്ട് ഉണ്ടാവും അല്ലെ?
ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാവും. അതിൽ നിങ്ങളൊരു 100 പേരുടെ, ഇതിൽ പല ആൾക്കാരുടെ മൊബൈലിനകത്ത് ചിലപ്പോൾ ഒരു 500 പേരുടെ കോണ്ടാക്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 1000 പേരുണ്ടാവും, അല്ലെങ്കിൽ 10-300 പേരുടെ പേരുണ്ടാവും നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. ഓർമ്മയിൽ കാണും കുറേ ആൾക്കാർ. നമ്മൾ ചിലപ്പോൾ ഈ ബിസിനസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രാജേഷ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ ബിന്ദു, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ പേര് നമ്മൾ എപ്പോഴും കാണും. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം, നിങ്ങളുടെ ഒരു നോട്ട് ബുക്കിൽ നിങ്ങളുടെ മൊബൈൽ കോണ്ടാക്ട്സിൽ പോയിട്ട് ഓരോരാളുടെയും പേര് താഴോട്ട് നോക്കി ഒരു 100 പേരുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കാവോ? 33-31 മെസ്സേജുകൾ നിങ്ങളൊന്ന് എഴുതി വെക്കാവോ? ഒന്ന് നോക്കിയേ. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ കോണ്ടാക്ട്സിൽ പോയി ഇന്ന് തന്നെ എല്ലാവരും ഈ 41 പേരും ഞാൻ പറഞ്ഞ് എഴുതി വെക്കുക. നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്തുള്ള കോണ്ടാക്ട്സ് പോയി എന്ന് കാണുമ്പോൾ എന്ന് പേരിൽ കുറേ ആൾക്കാരുണ്ട്, ബി ആണെങ്കിൽ കുറേ ആൾക്കാർ, സി കുറേ, അങ്ങനെയുള്ള ഒരു 100 പേരുടെ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കുക. പേര് എഴുതി വെക്കുക. രാജീവൻ ഓട്ടോറിക്ഷ ഡ്രൈവർ, അല്ലെങ്കിൽ സുകുമാരൻ ചേട്ടൻ, അല്ലെങ്കിൽ മേസ്ത്രി പണിയെടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ന ആള്, അത് ഡോക്ടർ, ഇങ്ങനെയുള്ള നിങ്ങളുടെ മൊബൈൽ കോണ്ടാക്റ്റിലുള്ള മുഴുവൻ ഒരു 100 പേരുടെ പേര് നിങ്ങൾ എഴുതി വെക്കണം. പേരും സ്ഥലവും അദ്ദേഹത്തിന്റെ പ്രൊഫഷനും എഴുതി വെക്കുക. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എഴുതി വെക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതും ആ ലിസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അത് ഇങ്ങനെ ഇമ്പോർട്ടൻസ് ആയി നമ്മുടെ ഈ ഒരു കാറ്റഗറി ബേസ് ആയിട്ട് ഫ്രണ്ട്സ്, FRIENDS, ഫ്രണ്ട്സ്, അതാണ് ഫ്രണ്ട്സ് അല്ലേ. അത് ഫ്രണ്ട്സ് എന്ന രീതിയിൽ തന്നെ നമ്മൾ ക്രിയേഷൻ ചെയ്യണം. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒരാളെയും പ്രീ ജഡ്ജ് ചെയ്യേണ്ട കേട്ടോ. ഈ ചങ്ങായിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ചങ്ങായിക്ക് വരുമാനത്തിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവൻ വേണ്ട, ആ രീതിയിലല്ല ഒരാളെ നിങ്ങൾ പ്രീ ജഡ്ജ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ് ഉണ്ടാവത്തില്ലായിരുന്നു. എന്നെ ബിസിനസ് കൊണ്ടുവന്ന് എത്തി ഞാൻ ഇതൊരിക്കലും ചെയ്യത്തില്ല. അതിന് എൻ്റെ കയ്യിൽ സാധനം വാങ്ങിക്കാൻ പൈസയില്ല, ഇത് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല, സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇവനെ കൊണ്ടുവരേണ്ട, അവനെ വിട്ടേക്കെന്ന് പറഞ്ഞു പോയ ആളാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ ബിസിനസ്സിലിട്ട് എന്നെ കൊണ്ടുവന്ന വ്യക്തി ബിസിനസ്സിലില്ല. മനസ്സിലായിട്ടില്ല. അപ്പോൾ ആരെയും പ്രീ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 100 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മൾ ചങ്ങായിമാർ, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ഫ്രണ്ട്സ്. 7ാം ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, 10ാം ക്ലാസ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, +2ന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. എത്രയാ വാട്സപ്പ് ഗ്രൂപ്പുകളല്ലേ. റോഡ് കാണുമ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഏടാക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെയൊക്കെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുടെ മോസ്റ്റ് അംബീഷ്യൻസ് ആയിട്ട് കുറച്ച് പേരുടെ പേര് എഴുതി വെക്കാം. റിലേറ്റീവ്സ് ഉണ്ടാവും, നമ്മുടെ ബന്ധക്കാർ, വൈഫിന്റെ ബന്ധക്കാർ, അല്ലെങ്കിൽ സിസ്റ്ററിന്റെ മറ്റുള്ള ആൾക്കാരുടെ ബന്ധക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയക്കാരുണ്ടാവും. റിലേറ്റീവ്സിനെ മുഴുവൻ പേര് എഴുതി വെക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരുടെ പേര് എഴുതി വെക്കുക. അതുപോലെ ഈ കോണ്ടാക്ട്സ്, നമ്മുടെ മൊബൈൽ കോണ്ടാക്ട് ബുക്കിലുള്ള ആൾക്കാരുടെ പേരെല്ലാം എഴുതി വെക്കുക. പിന്നെ നെയ്ബേഴ്സ്, അയൽവക്കക്കാരുടെ പേര് എഴുതി വെക്കുക. നമ്മുടെ സ്വന്തം അയൽവക്കക്കാർ ഒരുപാട് ആൾക്കാരുണ്ടോ, അവരുടെ പേര്, വൈഫിന്റെ അയൽവക്കക്കാർ നമ്മൾ പരിചയക്കാരുണ്ടോ, അവരുടെ പേര് എഴുതി വെക്കുക. അതുപോലെ ഡയറക്ടറി മൊബൈലിന്റെ ലിസ്റ്റിലുള്ള ആൾക്കാർ മുഴുവൻ എഴുതി വെക്കുക. സെയിം ടൈമിൽ നമ്മൾ ഡോക്ടർമാരൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ ടീമിൽ ഡോക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടർമാർക്ക് നമ്മൾ പറയാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ടാവും, വരുമോ, അദ്ദേഹം വലിയ പ്രൊഫഷണൽ വ്യക്തിയാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ടീമിൽ ഒരു നല്ലൊരു ഡോക്ടറുണ്ട്, കുറേ വർഷങ്ങളായിട്ട് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം വാങ്ങിക്കുന്ന ഡോക്ടറാണ്. അതുപോലെ സ്ട്രേഞ്ചേഴ്സ്, ഞാൻ ഈ ബിസിനസ്സിൽ സ്ട്രേഞ്ചറാണ്, എന്നെ ഈ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി എനിക്ക് ഒരു പരിചയമില്ല, ഒരു കോള് മാറിപ്പോയ സമയത്ത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നതാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ S കാണുന്ന സ്ട്രേഞ്ചർ ആയിരിക്കും നിങ്ങളെ ഇത് ലക്ഷങ്ങൾ വാങ്ങിച്ചിരുന്ന വ്യക്തിയുമായിട്ടുണ്ടാവും. നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒരു 100 പേര് ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ ആ 100 പേര് നമ്മൾ ഉണ്ടാക്കുമ്പോൾ മോസ്റ്റ് അംബീഷ്യൻസ് ആയിട്ടുള്ള പീപ്പിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളെ പരിചയപ്പെട്ടു, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, വഴി ബസ്സിൽ ഓട്ടോയിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനോട് കുറെ സംസാരിച്ചു. എങ്ങനെയുണ്ട് ചേട്ടാ, വിശേഷം എന്തുണ്ട്, എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ, എങ്ങനെ, എന്ത് പറയണം, ഒരു ഓട്ടോ ഇല്ല, വരുമാനം കുറവാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ മതി നോക്കുമ്പോ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമില്ല, മുന്നോട്ട് പോകണമെന്നില്ല, വേറൊരു ആഗ്രഹമില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ബിസിനസ് പറ്റി വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ, ഈ വരുമാനം പോരാ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരുടെ പേര് ആദ്യം കേട്ടോ. മോസ്റ്റ് അംബീഷ്യൻസ് ആയിട്ടുള്ള ബിസി പീപ്പിൾ, എന്ത് കിട്ടിയാലും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്.
ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല ആൾക്കാരും പല ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഒരു ചായക്കട ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ പ്ലംബർമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് സ്വന്തമായിട്ട് ഒരു ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടോ, കണ്ടിട്ടുണ്ടോ? നാട്ടിലിപ്പം നമ്മുടെ ടൗണിൽ ഹോട്ടലുകൾക്ക് കച്ചവടം കുറവാണ്. വഴിയരികിൽ എവിടെയെങ്കിലും മൂലയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന തട്ടുകടകൾക്ക് നല്ല ബിസിനസ്സാണ്. ചില ആൾക്കാർ പല പല ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4 ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ബിസി ടൈപ്പ് ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ഹസ്ബൻഡ് വൈഫിനെ നിങ്ങൾ എപ്പോഴും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ മാക്സിമം ഹസ്ബൻഡ് വൈഫിനെ ഒരുമിച്ചെടുക്കുക. നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് എങ്കിൽ അദ്ദേഹത്തോട് മാത്രമല്ല വൈഫിനെയും കൂടെ ഇരുത്തിക്കൊണ്ട് ഈ ബിസിനസ് ഷെയർ ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനോട് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യും, അദ്ദേഹത്തിന് വരുമാനത്തോട് താല്പര്യത്തോട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇത് നേരെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ വൈഫ് നെഗറ്റീവ് അടിപ്പിക്കും. അല്ലെങ്കിൽ ലേഡീസിനോട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തെങ്കിൽ ലേഡീസ് ഈ ഓപ്പർച്യൂണിറ്റി ഹസ്ബൻഡിനോട് പറയുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, വളരെ ക്ലിയറോടുകൂടി പറഞ്ഞപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇത് ചെന്ന് ഹസ്ബൻഡിനോട് പറയുകയാണെ, അതെ ഞാൻ ഇന്ന് ഒരു കാര്യം കേട്ടിട്ടുണ്ട്, പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന വരുമാനം കിട്ടുന്ന പറഞ്ഞേ. ഇത് കേൾക്കുമ്പോൾ തന്നെ ചങ്ങായി എന്നാ പറയാം, ഓ ഇത് മറ്റേ RCM അല്ലെ മൈ ലൈഫ് ഫെജി കാർഡ് പോലത്തെ സംഭവമായിരിക്കും, നീ ആവശ്യമുള്ളത് പണിക്കുമ്പോൾ ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ അറിയും. അതോടുകൂടി ആ വൈഫ് നോക്കാൻ അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഇവിടുന്ന് സൂം മീറ്റിങ്ങിലൂടെ പ്രസന്റേഷൻ നല്ല ഭംഗിയായി പറഞ്ഞു കൊടുത്തു, എല്ലാ ഡൗട്ടും ക്ലിയർ ആയി കൊടുത്തു, ഓക്കെ ആയി കൊടുത്തു. ഐഡിയ എടുത്ത ആൾക്കാർ പിന്നീട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾ മെസ്സേജ് നോക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ആ പ്രസന്റേഷൻ കേട്ടത് ഒന്നിക്ക് വൈഫ് ആവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം. ഇവർ ചെന്ന് വീട്ടിൽ ചെന്ന് കാര്യം പറയുന്ന സമയത്ത് അവരത് ഒരാൾ നെഗറ്റീവ് എടുക്കുന്നുണ്ടോ. പറ്റുവാണെങ്കിൽ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്ന ഹസ്ബൻഡ് വൈഫിനെ ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കുക. നേരിട്ട് പോയിട്ട് ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് പ്ലാൻ കളിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ലിസ്റ്റിൽ ആ ഹസ്ബൻഡ് വൈഫിന് പേര് ആഡ് ആക്കുക. രണ്ടാമത് നിങ്ങളുടെ ബെസ്റ്റ് ഫാമിലി, നമ്മൾ നല്ല കൂടെ ഒരുമിച്ചൊക്കെ കറങ്ങാൻ പോകുന്ന, കല്യാണത്തിനും സിനിമക്കും ഒരുമിച്ച് പോകുന്ന ഫാമിലി ഫ്രണ്ട്സ്, അവർ ഉൾപ്പെടുത്തിയ ലിസ്റ്റിൽ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, എല്ലാത്തിനും വിജയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നമ്മളെ സെയിം ലെവൽ അല്ലെങ്കിൽ എബോ ലെവൽ എന്ന് വെച്ചാൽ സൗന്ദര്യമോ അല്ലെങ്കിൽ ആരോഗ്യം തരണം, അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ലെവലിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ചില ആൾക്കാരുടെ എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല, എന്ത് പറഞ്ഞാലും നെഗറ്റീവായി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് എങ്ങനെ എന്ത് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും കാരണം പറയും. അല്ലെ, നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി പറയുമ്പോൾ, ഓ നീ ഇത് ഇന്ന് കേൾക്കണം, ഞാനത് വർഷങ്ങൾക്ക് മുന്നേ കേട്ടിട്ടുണ്ട്. എന്നാൽ അവർ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് വല്ല അറിയോ? അറിയത്തില്ല. പ്ലാൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട്, അങ്ങനെയുള്ള ലെവലല്ല. നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക. അടുത്തത് യൂസ് മാൻ മെത്തേഡ്. മാൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ MAN, എം എന്ന് പറഞ്ഞാൽ മണി. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പൈസ ഉള്ള വ്യക്തി എന്ന് വെച്ചാൽ ഒരു സോപ്പ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ് വന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയും പോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതോറിറ്റി, A ഫോർ അതോറിറ്റി എന്ന് വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു അനുവാദമുള്ള ആൾക്കാർ. ചിലപ്പോൾ ചില ലേഡീസൊക്കെ ബിസിനസ് ജോയിൻ ചെയ്ത പറയും, സാറേ എനിക്ക് വീട്ടിലേക്ക് ഒരു സോപ്പ് വാങ്ങിക്കാൻ പോലും അനുമതിയില്ല, എല്ലാം ഹസ്ബൻഡ് വാങ്ങിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാദർ വാങ്ങിക്കും, നമുക്ക് വാങ്ങിക്കാൻ അലോഡില്ല, നമുക്ക് എന്തെങ്കിലും വേണം തന്നെ റിക്വസ്റ്റ് ചെയ്താൽ പോലും കിട്ടാൻ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ ബിസിനസ് വിജയിക്കാൻ സമയമെടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ട് കാണുന്ന, പൈസ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ മാറി മാറി വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സ്വന്തം കാലം നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള അനുമതി ഇല്ലാത്ത കുറേ ആൾക്കാർ. നമ്മൾ അറ്റ്ലീസ്റ്റ് സ്വന്തം കാര്യം നോക്കാൻ, സ്വന്തം പേഴ്സണൽ യൂസിന് പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള അനുമതിയുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാം. നീഡ്, N ഫോർ നീഡ്, ആവശ്യക്കാരെ. എന്തെങ്കിലും ചെയ്യണം, നേടണം, നമ്മുടെ ഡ്രീംസ് വല്ലതും ഫുൾഫിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നീഡുള്ള ആൾക്കാരെ ഇതിൽ നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അതുപോലെ ആസ്ക് ദ റെഫറൽ ഫോർ റെഫറൻസ്. നമ്മളുടെ ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച്, നമ്മൾ ഇതിന്റെ ഒരു ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ നീ എനിക്ക് എല്ലാ പ്രാവശ്യവും ഹെയർ ഓയിലും ഷാമ്പൂ, നല്ല റിസൾട്ടുള്ള ഷാമ്പും നല്ല പല്ല് തേക്കുമ്പോൾ പല്ലുവേദന മാറുന്ന പേസ്റ്റ് ഒക്കെയാണ് എനിക്ക് എല്ലാ മാസം തന്നേക്ക്, എനിക്ക് വേറെ ബിസിനസ് ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്ന സമയത്ത് അവരോട് നമുക്ക് റെഫറൽ എടുക്കാൻ പറ്റും. അവരുടെ ആയിരിക്കും ഫ്രണ്ട്സിന് ചിലപ്പോൾ ഒരു ബിസിനസ് താല്പര്യം ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ ഇതിലൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടി ലിസ്റ്റ് നമുക്ക് കിട്ടിയേക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മള്
പരിചയക്കാർ പല ആൾക്കാരും അവരിപ്പോഴും നല്ല സെറ്റിൽ ഫാമിലി ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് ബിസിനസ്സിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ള മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ അവരൊരു സ്ഥിരം കസ്റ്റമർ ആയിട്ടുണ്ടാവും. ആ സ്ഥിരം കസ്റ്റമർ ആക്കാൻ നിങ്ങൾ ഡെമോ കാണിക്കണം. ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥിരം കസ്റ്റമർ ആയിട്ടുണ്ടാവും. സ്ഥിരം കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അവരോട് പറയാം, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങളുടെ സഹോദരിക്ക് റെഫർ ചെയ്തില്ലേ, അങ്ങനെ നമുക്ക് ഒരു ലോയൽ കസ്റ്റമർ ആക്കി മാറ്റാൻ സാധിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ലിസ്റ്റ് ഏകദേശം 100 ലിസ്റ്റ് ഒക്കെ ആയി. നമ്മൾ 100 ലിസ്റ്റ് ആയി. നമ്മൾ ഇന്നൊരു 2, 3, 4, 5 പേർക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. അതിൽ ചിലപ്പോൾ 2, 3 ആൾക്കാർ കേട്ടു, 2, 3 ആൾക്കാർ മൈൻഡ് ആക്കിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ലിസ്റ്റിൽ എപ്പോഴും ഒരു ദിവസം ഒരു 2 ആൾക്കാരെ പേര് ആഡ് ചെയ്യുക. ഡെയിലി പുതിയ ആൾക്കാർ കാണുന്നുണ്ടോ, ബസ്സിൽ വെച്ച് കാണുന്നുണ്ടോ, ട്രെയിനിൽ വെച്ച് കാണുന്നുണ്ടോ. നമ്മൾ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ജ്യോതിഷ് സാറ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു കമ്പാർട്ട്മെന്റിൽ മുഴുവൻ ആൾക്കാർക്ക് അദ്ദേഹം പ്ലാൻ കാണിച്ചു. സയന്റിസ്റ്റാണ് അദ്ദേഹം. ആ ട്രെയിനിലുള്ള മുഴുവൻ ആൾക്കാർക്കും പ്ലാൻ കാണിച്ചു പോയത്. അപ്പൊ നമ്മുടെ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം ഡെയിലി ആഡ് ഓൺ ചെയ്ത് പോവുക. ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഓക്കെ അടിക്കാവോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ടൈപ്പ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ അടുത്തത്, നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അവരെ ഇൻവിറ്റേഷൻ കൊടുക്കണം. കല്യാണക്കുടി കൊടുക്കാൻ പോകുന്നില്ലേ, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നില്ലേ? ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകണം. ഞാൻ നീതുവിനെ വിളിക്കുകയാണ്, കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. എൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട്. അങ്ങനെ എല്ലാവരും ക്ഷണിക്കുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നീതു എൻ്റെ വീട്ടിൽ കല്യാണത്തിന് വരുമോ? ഇൻവിറ്റേഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ അവർ നമ്മുടെ വീട്ടിൽ വരുത്തുള്ളൂ. അതേപോലെ ഈ ബിസിനസ്സിലും നിങ്ങളുടെ ഇൻവിറ്റേഷൻ കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളോട് ആരും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. പല ആൾക്കാരും ഫോൺ വിളിക്കും, അവിടെ തന്നെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നുണ്ടോ. ചിലപ്പോൾ അദ്ദേഹം ഓട്ടത്തിലായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ബില്ല് അടക്കാൻ വേണ്ടിട്ടോ, അല്ലെങ്കിൽ മക്കളുടെ ഫീസ് അടക്കാൻ വേണ്ടിട്ടോ, എന്തെങ്കിലും പൈസയുടെ കാര്യത്തിൽ നെട്ടോട്ട് ഓടുന്ന സമയത്തായിരിക്കും നിങ്ങൾ വിളിക്കുന്നത്. ഹലോ, നീ എവിടെയുള്ള? ഞാനൊരു കാര്യപരം വിളിച്ചാൽ, നീ ഒരു ചെറിയ പരിപാടിക്ക് ചെയ്യുന്നുണ്ട്, ഞാനൊരു ചെറിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവും. നമ്മൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുക, എവിടെയുള്ള, എന്താണ് വിശേഷം, സുഖങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കുക. ഫ്രീ മൈൻഡ് ആണെങ്കിൽ എനിക്കൊന്ന് കാണാൻ ആവശ്യമുണ്ട്, നമുക്കൊന്ന് കാണാവോ എന്ന് വെച്ചാൽ അവർ അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അവരെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അവരുടെ മൈൻഡ് ഫ്രീ മൈൻഡ് ആണോ നോക്കുക, സിറ്റുവേഷൻ നോക്കുക, ബുദ്ധിമുട്ടുണ്ടോ നോക്കുക. ഇപ്പൊ നിങ്ങൾ ഹോം മീറ്റിലേക്ക് പോവാണ്, നിങ്ങളൊരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി. ഞാനിപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി, സുകുമാരൻ ചേട്ടന്റെ പേരെന്റെ ലിസ്റ്റിലുണ്ട്. ഞാൻ സുകുമാരൻ ചേട്ടന്റെ വീട്ടിൽ പോവാണ്. സുകുമാരൻ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ബഹളം, അടി നടക്കുക. ഹസ്ബൻഡ് വൈഫ് നമ്മൾ എന്തെങ്കിലും പണങ്ങിയ ബഹളം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ കയറി പോകുമ്പോൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ബഹളം നിർത്തുന്നുണ്ടാവും. പിന്നെ ഞാൻ അവിടെ ചെന്ന് ബിസിനസ് പറയാൻ പോകും സുകുമാരൻ ചേട്ടനോട്, സുകുമാരൻ ചേട്ടാ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. അവിടുന്ന് ബാഗിന് ചേച്ചി നോക്കും, ദേവയാനി ചേച്ചി ബിസിനസ്സായി വന്നിരിക്കുകയെന്ന് പറഞ്ഞ് ഒരു നോട്ടം ഉണ്ടാവും. അതോടുകൂടി ഞാൻ പറഞ്ഞ ഒന്നും അദ്ദേഹം കേൾക്കത്തില്ല. ശരിയല്ലേ? ഇങ്ങനെയായിരിക്കും നമ്മൾ പല ആൾക്കാരും ഫിസിക്കലായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടാവുക. നമ്മളെപ്പോഴും അവരെ മൈൻഡ് ഒന്ന് നോക്കുക, ഫ്രീ മൈൻഡുള്ള വ്യക്തിയാണോ. അവിടെ ചെന്നിരുന്ന് അവർ നമുക്ക് അറിയാൻ സാധിക്കും. അതെ, നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മൾ ആൾക്കാരുടെ സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കും. രണ്ടാമത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫോണിലൂടെ വിളിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ, അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബിസിനസ് ഫുള്ളായിട്ട് പറയും. എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ സമയം നാളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എനിക്ക് ഇരുന്ന് കാണണം. വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റണം. ഈ ചെറിയ ഹിന്റ് കൊടുക്കണം. കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ കാണാൻ തോന്നണം. അല്ലെങ്കിൽ ഞാൻ ബിസിയാണ്, മറ്റന്നാൾ വരും, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇമ്പോർട്ടൻസ് ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അവർ മെസ്സേജ് കൊടുക്കണം. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അത് വളരെ ഇമ്പോർട്ടൻസ് ആയി കാര്യത്തിന്. നമ്മൾ നേരിട്ട് കണ്ടിട്ട് വഴിയിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് പെർഫെക്റ്റ് ആയിരിക്കണം. നല്ല എനർജിയും എക്സൈറ്റ്മെന്റോടുമാണ്. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ സക്സസ് ആയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ ആ എനർജിയും എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. കാരണം ഇത് വിജയിക്കുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകത്തില്ല. മോട്ടിവേഷനിലൂടെ ചിലപ്പോൾ ഓക്കെ പറഞ്ഞ് ഐഡിയ എടുത്ത ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് അധികം അറിയത്തില്ല, 2-3 പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കൊള്ളാം, കുഴപ്പമില്ല തോന്നി, മോട്ടിവേഷൻ നല്ല ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ
ഒരു വിശ്വാസം ഇല്ലാത്ത പോലെയായിരിക്കും നമ്മൾ പറയുന്നത്. ബോഡി ലാംഗ്വേജ് കറക്റ്റ് പെർഫെക്റ്റ്, ഒരു എനർജിയും എക്സൈറ്റ്മെന്റും ഉള്ള ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. സംസാരിക്കുന്ന സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിരിക്കണം. അല്ലെ, നമ്മൾ കോമഡി ഷോ ഒക്കെ കണ്ടിട്ടുണ്ടോ? കോമഡി ഷോയിൽ ചിലപ്പോൾ അവിടെ മത്സരത്തിൽ മാർക്ക് വരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് പോരായിരുന്നു, നിങ്ങൾ അവതരണം കൊള്ളായിരുന്നു, സ്ക്രിപ്റ്റ് പോരായിരുന്നു വരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പറയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ പരിചയക്കാരനെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ +2 ഗ്രൂപ്പ്, നീതു വിജയന്റെ +2 ഗ്രൂപ്പ്, അതിനകത്ത് നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അവിടെ നിങ്ങളെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന സമയത്ത് നീതു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എപ്പോഴും സ്റ്റാറ്റസ് കാണുന്നുണ്ടല്ലോ. അവിടെ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ആ സ്ക്രിപ്റ്റില്ലേ, അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ ഈ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കും, നിങ്ങൾ സാധനം വീട്ടിൽ വാങ്ങിച്ചാൽ മതി, വെറുതെ എന്ന പൈസ കിട്ടും. ഈ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇത് മറ്റേ എലമെന്റ്സ് പോലത്തെ, ആർത്തിയമ്മ പോലത്തെ സംഭവം സെയിം. ഞാനൊക്കെ കുറെ ചെയ്തതാ, ഒന്നും കിട്ടിയിട്ടില്ലാന്ന് തിരിച്ച് മറുപടി വരും. പിന്നെ നീതു എപ്പോൾ മെസ്സേജ് അയച്ചാലും അവർക്കറിയാം നീതു ഇന്ത്യയിൽ ഈ ബിസിനസ്സിലേക്ക് എന്നെ വിളിച്ചു, അതുകൊണ്ട് റിപ്ലൈ കൊടുക്കണ്ട. ഈ രീതിയിലായിരിക്കും കാണുന്നത്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, ഞാനത് പ്രൂവ് ചെയ്ത വ്യക്തിയായിപ്പോ, ഞാനിപ്പോ നാട്ടിൽ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഐഡിയ എടുത്ത ആൾക്കാർ ഇങ്ങനെ വിളിക്കും. ഞാൻ അങ്ങോട്ട് പിന്നെ ഐഡിയ എടുത്ത് സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വിളിക്കുക, ഷാജാന്റെ സാധനം വാങ്ങിക്കണ്ടേ, ഞാൻ ലിസ്റ്റൊക്കെ ശരിയാക്കിയിട്ട് വൈഫിനോട് പറഞ്ഞ ലിസ്റ്റൊക്കെ ശരിയാക്കി, ഇന്ന് ലിസ്റ്റൊക്കെ അയച്ചെന്നു, സാധനം നാളെ വാങ്ങിക്കുവാൻ. അപ്പൊ നമ്മൾ പറയുന്ന രീതി കോൺഫിഡന്റ് കൂടി നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞാൻ വളരെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി കാണുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചുള്ള ചോദിക്കാൻ സാധ്യത കുറവായിരിക്കും. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ, നിങ്ങളുടെ സ്റ്റാറ്റസ്, ഇപ്പൊ എന്റെ കൂട്ടുകാരൻ ദുബായിൽ എനിക്ക് മെസ്സേജ് ചെയ്യും, നല്ല അടിപൊളി ലുക്കുള്ള ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, വളരെ സെറ്റപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കാരണം നിങ്ങൾ ചിലപ്പോൾ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും, നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടോ? പല ആൾക്കാരും കണ്ടിട്ടുണ്ടല്ലോ. എന്റെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ചായിരുന്നോ? എന്റെ പ്രൊഫൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്റെ പഴയ പരിചയക്കാർ ആരെങ്കിലും എന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ എന്റെ ലുക്ക് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ആകെ ആള് മാറിയല്ലോ. ആ വ്യക്തി എന്തുകൊണ്ടാണ് ചോദിക്കുന്നറിയോ? അതേ ഇപ്പൊ ചെയ്യുന്ന വർക്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല, വരുമാനം കുറവാണ്, പിഴിഞ്ഞുകൊണ്ടിരിക്കുക കമ്പനി അവരെ. എന്തെങ്കിലും രക്ഷപ്പെടുന്ന ആഗ്രഹം. എന്റെ കൂട്ടുകാരൻ ഇപ്പൊ മെസ്സേജ് എന്താ, ഞാൻ റിസൈൻ കൊടുത്ത് ഷാജേട്ടാ, കട്ട പണിയാണ്, ഓവർ ടൈം ഇല്ല, ശമ്പളം കുറച്ചു, പ്രഷറോട് പ്രഷർ, തലക്ക് ഭ്രാന്ത്, ഉറക്കം വരുന്നില്ല, ആകെ BP ഒക്കെ അടിച്ച് കയറി തുടങ്ങി, ഞാൻ റിസൈൻ കൊടുക്കുന്നതാണ്. അവര് പ്രഷർ ചെയ്ത് എനിക്ക് മതിയെ, നിങ്ങളൊക്കെ പോയത് നല്ല സമയത്താണെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് വരുവാണ്, എന്താ നാട്ടിൽ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഈ കുറെ സമ്പാദ്യം ഉണ്ടോ? ഒരു സമ്പാദ്യം നാട്ടിലയക്കുന്ന പൈസ മുഴുവൻ വൈഫ് അടിച്ചു തീർക്കുന്നതാണ്. ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. ചെറിയ കുറച്ച് പൈസ ഉണ്ടാവും, ഇൻഷുറൻസിലൊക്കെ അടച്ചു വെച്ച് വേറെ ഒന്നുമില്ല. എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ അറിയത്തില്ല. ഞാൻ പറയുന്നത് പറ്റില്ല, എൻ്റെ ഒരു ബിസിനസ് ഒന്നും പറ്റില്ല. അവൻ എന്റെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരിക്കും, ഒരേ ദിവസം നോക്കുന്നില്ല, ഞാൻ കാണുന്നുണ്ട്. ഇന്നിപ്പോ 9 മണിക്ക് എനിക്ക് ഇപ്പൊ ഞാൻ ഈ മീറ്റിംഗ് കയറുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ പറഞ്ഞു ഞാൻ മീറ്റിംഗ് കയറിയിട്ടുണ്ട്, ലിങ്ക് അയച്ചിട്ടുണ്ട്, ലിങ്ക് അയച്ചു കൊടുത്തു. നീ വെറുതെ കേട്ട് നോക്കി, എന്റെ മാറ്റം അറിയണമെങ്കിൽ നീ വന്ന് കയറി, ഞാൻ പഴയ ഷാജിയല്ല, വെറുതെ ഒന്ന് മാറ്റം കാണുക, നീ എന്റെ മാറ്റം എന്തെങ്കിലും ശ്രദ്ധിച്ച് നോക്കി കേൾക്കാൻ മതി. ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും, ഈ മീറ്റിംഗ് ചിലപ്പോൾ ഉണ്ടാവും, ഈ 41 വിളിച്ചപ്പോൾ ഒരാളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളുടെ ആ പറയുന്ന രീതികളും ബോഡി ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറും സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നല്ല ഒരാൾ ചോദിച്ച സന്തോഷത്തിൽ അടിപൊളി ചോദിച്ചുള്ള സമാധാനത്തിൽ വേഗം എല്ലാം പറഞ്ഞ് വിളമ്പിയൊക്കെ കേട്ടോ. നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ അവിടെ കാണിക്കേണ്ട നമ്മൾ കോൺഫിഡൻറ്റും എക്സൈറ്റ്മെന്റുമാണ്. കോൺഫിഡൻറ്റ് വേണം, നമ്മൾ പറയുമ്പം നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അടുത്തത്, നമ്മളിപ്പോ ഒരാളെ കണ്ടു, സംസാരിച്ച്, ഇപ്പൊ ഞാൻ സുകുമാരൻ ചേട്ടന്റെ വീട്ടിൽ പോയി കുറച്ച് പ്ലാൻ പറഞ്ഞു, അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ എക്സ്പീരിയൻസ് പറയാം, വിനോദ് കൂടെ പോയതാണ്. ആ കുട്ടി ചിലപ്പോൾ ഈ മീറ്റിംഗ് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. ലാബ് ടെക്നീഷ്യൻ പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയ സ്ഥലത്ത് അവിടുത്തെ വർക്ക് പോരാ, മാനേജ്മെന്റ് പോരാ എന്ന് മതിയാക്കി പുതിയ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തികൾക്ക് ഞാൻ ഈ പ്ലാൻ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ട്, ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിൽ കൂടി വരുന്നു. ഞാൻ അത് അങ്ങോട്ട് തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടായിരുന്നോ, എല്ലാം ഈ ചെവിയിലൂടെ പുറത്തോട്ട് പോയില്ലേ, എന്തെങ്കിലും മനസ്സിലായോ? അപ്പോഴാണ് അവർ കുറച്ച് എന്തോ സംതിങ് ഞാൻ സീരിയസ് ആണെന്ന് മനസ്സിലായി. അതിനുശേഷം കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ അകത്ത് പോയി ആധാർ കാർഡിന് ഐഡി എടുക്കാൻ പറഞ്ഞു. കുറച്ച് സംസാരിച്ചു, അരമണിക്കൂർ. അതിനുശേഷം നെക്സ്റ്റ് മീറ്റിംഗ് നമ്മൾ അടുത്ത പ്രാവശ്യം കാണാൻ വേണ്ടി പറഞ്ഞിട്ടാ വന്നേ. നമ്മൾ ഒരാളുടെ പ്ലാൻ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെറുതായിട്ടെങ്കിലും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് മീറ്റിംഗിന് ടൈം ഫിക്സ് ചെയ്യാൻ അവിടെ പോവാം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ ടൂൾസ് ഉപയോഗിക്കണം. ടൂൾസ് കഴിഞ്ഞാൽ കമ്പനി ഒരുപാട് ബുക്കുകൾ നമുക്ക് തരുന്നുണ്ട്, റോഡ് മാപ്പ് ടു സക്സസും അതുപോലെ ടൂൾസ് പ്രൊഡക്റ്റുകളൊക്കെ കാറ്റലോഗ്, ചെറിയ കാറ്റലോഗ് നമുക്ക് കിട്ടുന്നുണ്ട്.
അതൊക്കെ നിങ്ങൾക്ക് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 5-8 കിട്ടും. ഒരു 3-5 ബണ്ടിൽ വാങ്ങിക്കുക. നിങ്ങൾ പ്ലാൻ കാണിക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കും. ഇതിൽ വെച്ചോ, ഇന്ന് വായിച്ച് നോക്കൂ, ഞാൻ നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ കഴിഞ്ഞ് വരാം, ഇതൊന്ന് വായിച്ച് നോക്കി, എനിക്ക് ഇതുവരെയൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവർ വായിച്ചിട്ടുണ്ടോ നമുക്ക് ചിലപ്പോൾ വായിക്കുന്നതിന് പാടിയിട്ട് വരും. ആദ്യത്തെ പേജ് വായിക്കും, അവിടെ സൈഡിൽ ഇട്ട് പോകും. ചിലർ അങ്ങനെ ഉണ്ടോ? 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാൻ രീതിയിൽ അവിടെ പോകാൻ സാധിക്കും. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, ഇന്ന് വാങ്ങി പോയി ബുക്ക് വാങ്ങിക്കുന്ന രീതിയിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ നമ്മളോട് ചെയ്യേണ്ടത് നെക്സ്റ്റ് മീറ്റിങ്ങിനുള്ള ടൈം ഫിക്സ് ചെയ്യാം. ഓക്കെ, എപ്പോഴും നമ്മളിവിടെ റിക്വസ്റ്റ് ആയിട്ട് ഒരിക്കലും ആ വ്യക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും അദ്ദേഹം പറയരുത്. ഡിമാൻഡാണ്. അദ്ദേഹം വരുവാണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം ബിസിനസ്സിൽ വരേണ്ടത്. ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ആയിട്ട് ഒരാളെയും കൊണ്ടുവരാതിരിക്കുക. ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ക്ലിയർ ആണല്ലോ? ഞാനൊക്കെ ആദ്യമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കും അതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ആ ഉദാഹരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അവരായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു വ്യക്തി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നല്ല റിലേഷനും കൂടി അദ്ദേഹത്തെ കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് മീറ്റിംഗിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, നമ്മൾ ഈ ബിസിനസ്സിന് ഇപ്പൊ നിങ്ങൾ ഫോണിലൂടെയാണ് ഒരാളെ പരിചയപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ടാവുക, അപ്പോയിന്റ്മെന്റ് എടുക്കാതെ ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി അവർക്ക് ഷെയർ ചെയ്യാതിരിക്കുക. ഫോണിലൂടെ കാര്യങ്ങൾ പറയാതിരിക്കുക. കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഒരിക്കലും നമ്മളിത് പറയുന്നത് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അറ്റാക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ പല ആൾക്കാരും അവർ, ഞാൻ നേരത്തെ പറഞ്ഞു, അത് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് മീറ്റിംഗിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ജൂലൈ 26-ന് തളിപ്പറമ്പിൽ മെഗാസിയോ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ജോയിനിങ് നടത്തിയിട്ടുണ്ട് നമ്മുടെ ടീമിൽ. ആ ജോയിനിങ് ചെയ്ത ആൾക്കാരുടെ അവർക്ക് ഹോം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹോം മീറ്റിംഗ് നടന്ന് അവരുടെ താഴെ കുറെ ജോയിനിങ് ആയിട്ടുണ്ട്. അതേ സെയിം ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്തു സെപ്റ്റംബർ 6-ാം തീയതി തളിപ്പറമ്പിൽ വീണ്ടും മെഗാ സിഒ സെമിനാർ വരാം. ഒരു മാസത്തിൽ അടുത്ത മെഗാ സിഒ സെമിനാർ. എന്താ പ്രയോജനം? നെക്സ്റ്റ് മീറ്റിംഗിൽ നമുക്ക് ഹോം മീറ്റിംഗ് ആയി കഴിഞ്ഞാൽ 1-to-1 മീറ്റിംഗ് ആയിട്ട് നെക്സ്റ്റ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യണം നിർബന്ധമായിട്ട്. എന്നാൽ മാത്രമേ ഫോളോ അപ്പ് നടക്കത്തുള്ളൂ, റിസൾട്ട് വരത്തുള്ളൂ. ഇവിടെ പല ആൾക്കാരും ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ സാജിദാതാവിനെ കരയാൻ പറ്റി, പല ആൾക്കാർ കരയാൻ സാധിക്കും. നമ്മുടെ സാറന്മാരും നമ്മൾ ആരെങ്കിലും വന്ന് ഹോം മീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ? പല ആൾക്കാർക്കറിയാം ഹോം മീറ്റ് ചെയ്തിട്ടുണ്ടോ, ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഫോളോ അപ്പ് മീറ്റിംഗ് നടന്നിട്ടില്ല, രണ്ടാമത്തെ മീറ്റിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഹോം മീറ്റിങ്ങിലോ 1-to-1 മീറ്റിങ്ങിലോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ലീഡറിന് പോകുന്നതിന് മുന്നേ നെക്സ്റ്റ് മീറ്റിംഗിന് ഡേറ്റ് ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാനിപ്പോ ഞായറാഴ്ച നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ സുകുമാരൻ ചേട്ടനോ നീതുവിന്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ആർഷ വിക്ടറുണ്ട്, അവർ പുതുതായി ജോയിൻ ചെയ്ത് ഇന്നലെ ജോയിൻ ചെയ്തിരിക്കുക, അവരെ വിളിക്കുകയാണ് ഈ ഒരു ഹോം മീറ്റിംഗ്. അവരുടെ വീട്ടിൽ 2-3 ഫ്രണ്ട്സിനോട് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. അവിടെ വന്ന് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് 1-2 ആൾക്കാർ സീരിയസ് ആയി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് മീറ്റിംഗ് ഒന്നിക്കൽ ആ വന്ന് ജോയിൻ ചെയ്ത 3 പേരുടെ വീട്ടിലൊരു മീറ്റിംഗ് അവർ പോവുക, അവർ പോയി കണ്ട് സംസാരിക്കുക, ഇതിന്റെ കുറച്ച് കൂടുതൽ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ല എങ്കിൽ ഞാൻ അവിടുന്ന് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു, അവർ ഐഡിയ എടുത്തു, ഞാനങ്ങ് പോയി, പിന്നെ നിങ്ങൾ അവരെ സൂമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും, സൂമിലേക്ക് വരത്തില്ല, പിന്നെ നിങ്ങൾ വിളിച്ച മെസ്സേജ് റിപ്ലൈ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് ചെറിയൊരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തവരാ, പിന്നെ അവർക്ക് വേറൊരു കാര്യം അറിയത്തില്ല. രണ്ടാമത് അവിടെ പോകണം, മൂന്നാമത് അവിടെ പോയി കഴിയുമ്പോൾ ഏകദേശം ക്ലിയർ ആയി മാറി. നമുക്കിതിന് വേണ്ടുന്നത് വെറും 6 പേരാണ്. ഹലോ, വെറും 6 പേര് സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എത്ര ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും? കേൾക്കുന്നുണ്ടോ? ഇതിൽ പഴയ ആൾക്കാർ ചിന്തിക്കുക, നിങ്ങൾക്ക് 6 പേരായോ? ഇല്ല. നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച 6 സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് തുടക്കത്തിലേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനത്തിന് യാതൊരു കുറവും വരുന്നില്ല. ഒരാൾ മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് താഴെയാണ് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വരുമാനം നിലക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ റെഗുലർ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ ആൾക്കാരെ പ്രോസ്പെക്ടിങ് ചെയ്യുക, ഡെയിലി പോയി കാണുക, ഹോം മീറ്റിങ്ങുകൾ ചെയ്യാം, 1-to-1 മീറ്റിങ്ങുകൾ ചെയ്യാം. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ ഷോ ദ പ്ലാൻ. നമ്മൾ പല ആൾക്കാരും എന്ത് ചെയ്ത് സേ ദ പ്ലാൻ ആണ്.
പ്ലാൻ പറയലാണ്, ഷോ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും 8 മണിക്കൊക്കെ പ്ലാൻ, 9 മണിക്കൊക്കെ പ്ലാൻ ചെയ്യുന്നത്, 2 മണിക്ക് പ്ലാൻ ചെയ്യുന്ന അവിടെ സ്ലൈഡ് മൂവ് ചെയ്തിട്ടുണ്ടോ? ഷോ ദ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ ഇരിക്കും അത്. ഓക്കെ, ഷോ ദ പ്ലാൻ എങ്ങനെയാണ്? ഒന്നിക്കൽ ഹോം മീറ്റിംഗ്. ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഹോം മീറ്റിംഗ് നിർബന്ധമായിട്ട് ചെയ്യും. ഞാൻ എത്രയും കാലം ചെയ്തിട്ടില്ല, 5 വർഷത്തിൽ ചെയ്തിട്ടില്ല. കാരണം എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഞാൻ ദുബായിലാണ്. ഞാൻ എങ്ങനെ സുമാരി ഹോം മീറ്റിംഗ് ചെയ്തതും എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് സാധിക്കും. ഞാനത് ഹോം മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപാരമായ റിസൾട്ട്, ഒരു രക്ഷയില്ല. റിസൾട്ട് 100% പോയിക്കൊണ്ടിരിക്കുക ഹോം മീറ്റിംഗ് നടത്തിയ ആൾക്കാർക്കെല്ലാം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പ്ലാൻ കാണിക്കാൻ ഒരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. രണ്ടാമത് കാര്യം ഹാൾ മീറ്റിംഗ് ആണ്, വീക്കിലി സിഒ. ഹോം മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് സുകുമാരൻ ചേട്ടന്റെ വീട്ടിൽ ഞാൻ ഞായറാഴ്ച വരികയാണ്, അവിടെ ഒരു ഹോം മീറ്റിംഗ് നടത്തുക. ഒരു 10 പേരെ 20 പേരെ സുകുമാരൻ ചേട്ടൻ വിളിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ അവിടെ എത്തുന്ന ഒരു ടെൻഷനാണ്. ഈശ്വര, 20 പേര് വരുന്ന ഇച്ചിരി ഷാജി സാറിനെ വിളിച്ചത്, ഇനി അയാൾ വരുന്ന സമയത്ത് 2-3 ആൾക്കാരാകുമ്പോൾ അയാളെന്ന് വിചാരിക്കോ? ഒരു ടെൻഷൻ വേണ്ട. 20 പേരെ വിളിച്ചാൽ നിങ്ങളുടെ ഒരു 10 പേര് ആന്ന് പറയും, ഓക്കെ പറയും. 5-6 ചെയർ ഇട്ടാൽ മതി വീട്ടിൽ, ഇല്ലെങ്കിൽ ചെയർ ഇവിടെ നിൽക്കട്ടെ. ഒരു 5 പേരെങ്കിലും ചിലപ്പോൾ സുകുമാരൻ ചേട്ടൻ വിളിച്ചതിലേക്ക് വരും. 5 പേരിൽ ഞാൻ അവിടുത്തെ കാര്യം പറയുമ്പോൾ തന്നെ ചിലപ്പോൾ 2-3 നിമിഷം മുഖം ചൂട്ടി അങ്ങ് പോകുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും, കേൾക്കുന്നുണ്ടാവും, ഇങ്ങനത്തെ കുറെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ 2 പേരെങ്കിലും ചിലപ്പോൾ ഹാന്ന് പറഞ്ഞൊരു ഐഡിയ ഇരിക്കുന്നുണ്ടാവും. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂ ഹോം മീറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഒരു 4-5 ജോയിൻ ആയിട്ടുണ്ടാവും. അടുത്ത ആഴ്ച അവിടെ നടക്കുന്ന സിഒ, വീക്കിലി സിഒയിലേക്ക്, ഹാൾ മീറ്റിംഗിലേക്ക് നിങ്ങൾ അവിടെ എത്തിക്കണം. കുറ്റിപ്പുറോ വളാഞ്ചേരിയോ തിരുവൂരോ എവിടെയെങ്കിലും ഹാൾ മീറ്റിംഗ് ഉണ്ടോ, ഇവരെയും കൊണ്ട് അവിടെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഹോം മീറ്റിംഗ്, ഹാൾ മീറ്റിംഗ്, ഹോം മീറ്റിംഗ്, ഹാൾ മീറ്റിംഗ്, ഈ 2 മീറ്റിംഗിൽ കൊണ്ടുപോകാം. പിന്നെ ഉണ്ടാവുക 1-to-1 മീറ്റിംഗ്. നമുക്ക് ചിലപ്പോൾ സുകുമാരൻ ചിലപ്പോൾ 20 പേരെ ഇൻവൈറ്റ് ചെയ്തു, 20 പേരെ ഇൻവൈറ്റ് ചെയ്ത് 10 പേര് ആന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ വന്നത് 5 പേരായിരിക്കും. ബാക്കി 5 പേര് സുകുമാരൻ ചേട്ടൻ മെസ്സേജ് അയക്കുകയാണ്, സുകുമാരൻ ചേട്ടൻ ഞാൻ പെട്ടെന്ന് വരാൻ നിൽക്കുന്ന സമയത്താണ് അടുത്ത വീട്ടിലൊരാൾ മരിച്ചു പോയത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, അല്ലെങ്കിൽ ശക്തമായ മഴയായതുകൊണ്ട് ഞാൻ വരാതിരുന്നു. കാരണം മനസ്സിലായി, വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നെന്ന റീസൺ കാരണം വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ലിസ്റ്റിൽ ഒരാള് അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ലീഡർ അവിടെ ഉണ്ടെങ്കിൽ അപ്ലൈ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. 1-to-1 മീറ്റിംഗ്, അദ്ദേഹത്തിന് നേരിട്ട് ഒറ്റയ്ക്ക് പോയി ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറയാം. അതാണ് 1-to-1 മീറ്റിംഗ്. അതും റിസൾട്ടുള്ള സാധനം. ഈ 1-to-1 മീറ്റിംഗ് ജോയിൻ ചെയ്ത് വ്യക്തി നമുക്ക് അടുത്ത ആഴ്ചത്തെ ഹാൾ മീറ്റിംഗിലേക്ക് പങ്കെടുപ്പിക്കാം. പിന്നെ ഉള്ളത് എന്താ? ഓൺലൈൻ സൂം മീറ്റിംഗ്. നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം എല്ലാ സൂം മീറ്റിങ്ങിലേക്കും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാം. അപ്പൊ പ്ലാൻ നമുക്ക് ഓൺലൈനിലൂടെ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ ഈ 4 ഫംഗ്ഷനിലൂടെ നമുക്ക് പ്ലാൻ ആൾക്കാരെ കാണിക്കാൻ. ഹോം മീറ്റിംഗ്, ഹാൾ മീറ്റിംഗ്, 1-to-1 മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ്. പിന്നെ ഒരു മീറ്റിംഗ് പേസ് മീറ്റിംഗ് എന്ന് പറയാം. പേസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആൻഡ് സിസ്റ്റം ട്രെയിനിങ് ആണ്. പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിന്റെ സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന സെഷൻ. അത് പല ആൾക്കാരും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഡെമോ വേണം. നിങ്ങൾക്കറിയാം, എൻ്റെ കയ്യിൽ ഡെമോ കിറ്റ് ഉണ്ട്, ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം വാങ്ങിച്ചതാ. ഇതാണ് ഡെമോ കിറ്റ്, കണ്ടോ? 1300 കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഡെമോ കിറ്റാണ്. ഇതിന്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും ഈ ഒരു ബാഗ് തുറന്നു കഴിഞ്ഞാൽ. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മളെ ഫ്ലോർ ക്ലീനർ ചെറിയ ഡബ്ബിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്ന ലൈസോളും ഇതും നമ്മൾ വ്യത്യാസം എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, pH ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കുടിക്കുന്ന വെള്ളത്തിൽ എത്ര കെമിക്കൽ ഉണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി വാട്ടർ പ്യൂരിഫയറിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പല ഡെമോകൾ നമുക്ക് ഇന്നലെ നമ്മുടെ സൂമിൽ കണ്ടിട്ടുണ്ടോ? വിനോദ് സാർ ചെയ്ത ഡെമോ സെഷൻ, അതൊക്കെ പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഡെമോ കാണിക്കാൻ പോകണം. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ 1-to-1 മീറ്റിങ്ങിലോ ഹോം മീറ്റിങ്ങിലോ ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കസ്റ്റമർ ആയിട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ ഡെമോ ചെയ്യാൻ പഠിക്കണം. ഇതെല്ലാം നിങ്ങളുടെ പ്ലാൻ ഇമ്പോർട്ടൻസ് ആയ കാര്യമാണ്. അപ്പൊ ഇതിലൊരു സക്സസ് ആവാനുള്ള ഒരു 5 സ്റ്റെപ്പ് ഇമ്പോർട്ടൻസ് കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രോസ്പെക്ട് ചെയ്യുന്ന ബെനിഫിറ്റ്. നമുക്കൊരാൾക്ക് പ്രോസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡ്രീം ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് വിജയിക്കണം എന്ന് ആഗ്രഹം, അദ്ദേഹത്തിന് എന്തൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് ചോദിക്കാം. ഞാനിപ്പം പല ആൾക്കാരും സംസാരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ്, അതിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ ചില ആൾക്കാർ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ടോ.
ചിലർക്ക് വേറെ ജോലി അന്വേഷിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. അവരുടെ ഡ്രീം ഐഡന്റിഫൈ, അവർ ജോലിയിൽ മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ, എന്തെങ്കിലും വേറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ ഡ്രീം എന്ന് മനസ്സിലാക്കും. അതിനുശേഷം ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു കൊണ്ട്, പക്ഷെ ഇന്നിപ്പോൾ ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലി, ആ വരുമാനം നിങ്ങൾക്ക് ഒരു 2 വർഷം കൊണ്ട് ഇരട്ടിയാക്കി മാറ്റാൻ സാധിക്കുമോ? ഒരു 50,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അത്രയും ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിൽ ശമ്പളം, അല്ലെ? ഒരു ഡെയിലി ബേസിസ് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് 1000 1200 ഡെയിലി കിട്ടുന്നത് തന്നെ ഞായറാഴ്ച ലീവ് എടുക്കുകയാണെങ്കിൽ 20,000 25,000 രൂപ കിട്ടുള്ളൂ, അല്ലെ? സിനിമാൻ ചേട്ടാ ഒരു ദിവസം മുഴുവൻ വർക്ക് ചെയ്ത് 1000 1200 രൂപ കിട്ടും. ഞായറാഴ്ച ലീവ് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 20,000 25,000 രൂപ കിട്ടത്തുള്ളൂ. അത് 50,000 രൂപയാക്കാൻ ഒരിക്കലും സിനിമാൻ ചേട്ടന് സാധിക്കത്തില്ല. ഇതിലുള്ള പല ആൾക്കാരും സാധിക്കത്തില്ല. ഒരു 2 വർഷം തുടർച്ചയായി ചെയ്താൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലുണ്ട്. 2 വർഷം സീരിയസ് ആയി ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന വരുമാനത്തിന് ഓവർടേക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ പ്രോസ്പെക്റ്റിന്റെ ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെ ഇത് വർക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന സാധനം 4 ബേസിക്സ്, ഇതിൽ ഇങ്ങനെയുള്ള സെഷനിലേക്ക് അവരെ പങ്കെടുപ്പിക്കുക. എങ്ങനെ ഇത് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ സാധ്യതകൾ തിരിച്ചറിയോ? ഇതൊരു ലിവറേജ് ബിസിനസ്സാണ്. നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് ഏട്ടൻ മരിച്ചിട്ട് 1 വർഷമായി. പല ആൾക്കാർ പോകുന്നുണ്ട്. 1 വർഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ അദ്ദേഹം മരിച്ചത്. 1 വർഷം കംപ്ലീറ്റ് ആയി. ഈ 1 വർഷവും അദ്ദേഹത്തിന്റെ വൈഫ്, ഇന്നും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, 1.25 ലക്ഷം രൂപ കൊടുത്ത് വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്. ഈ 1 വർഷം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ സാധ്യതകൾ ലിവറേജ് ബിസിനസ്സാണ്. നമ്മൾ ഇതിൽ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളില്ലെങ്കിലും നമ്മുടെ ആബ്സെൻസിൽ നമുക്ക് വരുമാനം വാങ്ങിക്കും. അപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറ്. കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഇന്ന് നമ്മൾക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ടറെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ലോകത്ത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയും വെസ്റ്റീജിനെ പോലെ ഇല്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു. അത്രയും ഡിസ്ട്രിബ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി. കഴിഞ്ഞ ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് എന്താണോ മാനേജ്മെന്റിന് ആവശ്യപ്പെട്ടത് അത് അവർ ചെയ്തെന്നാണ്. എന്ത് ചോദിച്ചോ അത് ചെയ്തു. ഇപ്രാവശ്യത്തെ പുതിയ പ്ലാനിൽ 150 BV ആക്കി തന്നു മാച്ചിങ് പോയിന്റ്. അത് വെറുതെ ചോദിച്ചത്, അത് ഓക്കെ ആക്കി തന്നു. അങ്ങനെ ഒരു കമ്പനി ഞങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന കമ്പനി. എനിക്കിന്ന് ഭയങ്കര അതിശയമാണ്. ഈ 300 BV പല ആൾക്കാർക്ക് മാച്ച് ആവുന്നില്ല സാറേ, അതുകൊണ്ട് പല ആൾക്കാർ നെഗറ്റീവായി പോകുന്നത് സാറേ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തരാം. അത് 150 പല ആൾക്കാർക്കും ഒരു ലെഗിൽ നല്ല വോളിയം ഉണ്ട്, ക്യാരി ഫോർവേഡ് ആവുന്നില്ല, ക്യാരി ഫോർവേഡ് ആയിട്ട് വരുമാനം കിട്ടുന്നില്ല. പേടിക്കണ്ട, 3 മാസം കഴിഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരണം. എല്ലാത്തിനും സൊല്യൂഷൻ തരുന്ന കമ്പനി. അപ്പൊ കമ്പനിയുടെ ക്രെഡിബിലിറ്റി 22 വർഷം ഒരു കമ്പനി നിലനിന്ന്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ നാട്ടിൽ 22 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഏതെങ്കിലും കടയുടെ അവസ്ഥ നോക്കില്ലോ? 22 വർഷം മുന്നേ നിങ്ങൾ കണ്ടിരിക്കുന്ന ആകെ നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ, അതിന്റെ 3-4 നില മേലോട്ട് പോയിട്ടുണ്ടാവും. വേറെ ഒരു സ്ഥാപനം 22 വർഷം അതുപോലെ നിന്നിട്ട് കണ്ടിട്ടുണ്ടാവില്ല. 22 വർഷം കേരളത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി പഴയ പലതും പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഇല്ലേ? പണ്ട് കാണുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഒന്നും ഇല്ല. 2017 മുന്നേ ഒക്കെ കേരള ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു സമയത്ത് 2017 2010 ഡയറക്റ്റ് സെല്ലിംഗ് കംപ്ലീറ്റ് ബാൻ ചെയ്തിട്ടുണ്ട് പല കമ്പനികളും. അന്നും വെസ്റ്റീജ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു 10-30 വർഷത്തിന് ശേഷം വരുന്ന നിയമങ്ങളെ പോലും റെഡിയാക്കി വെച്ചിരിക്കുന്ന വെസ്റ്റീജ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 22 വർഷമായിട്ട് ഒന്നും ബാധിക്കാതെ 5000 കോടി ടേൺ ഓവർ എത്തിക്കാൻ സാധിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. അപ്പൊ ആ ക്രെഡിബിലിറ്റി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു നോർമൽ വിലയിൽ, ഏകദേശം ഒരു നല്ല ഏതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അത് മോശമാണെന്ന് പറയത്തില്ല. ഒരാൾക്ക് പോലും പ്രൊഡക്റ്റ് വേണ്ടാന്ന് തോന്നത്തില്ല. ആകെ ഒരു ചലഞ്ചസ് നമ്മുടെ നാട്ടിൽ പല കമ്പനികളും കാണിച്ചു വെച്ചിരിക്കുന്ന ബൾക്ക് പർച്ചേസിംഗും മറ്റുള്ള പൈസ വാങ്ങിച്ച് മുങ്ങിയ ഓരോ കമ്പനികളിലുണ്ട്. പേടി കൊണ്ടാണ് ഇതിലേക്ക് വരാൻ മടി. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കമ്പനി പൈസ കൊണ്ട് കളഞ്ഞത് കൊണ്ട് അത് ഇത് സെയിം ആണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ആൾക്കാർ വരാൻ മടി. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരും. അതിന്റെ പ്രൊഡക്റ്റിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കൊടുക്കുക. അതിനാണ് ഡെമോ ചെയ്യേണ്ടത്. മാർക്കറ്റിംഗ് പ്ലാൻ, സ്ട്രക്ചർ, സിസ്റ്റം എന്ന് പറഞ്ഞ ട്രെയിനിങ് പറഞ്ഞു കൊടുക്കുക. കാരണം ഇന്ന് ഒരു കമ്പനിയിലും ഇതുപോലത്തെ പ്ലാൻ ഇല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന RCM, എലമെന്റ്സും, മൈലേജ് ഒക്കെ സംഭവം മേലെ ലീഡർമാർക്ക് ഇഷ്ടംമാതിരി പൈസ ഉണ്ട്. ഇന്ന് ഉച്ചക്ക് കണ്ണൂർ ഞാൻ സിഒയിൽ പോയ സമയത്ത് അവിടെ ഒരു വ്യക്തി വന്നിട്ട് അനിലേട്ടൻ ഇതിനകത്തുണ്ടാവും ചിലപ്പോ.
അദ്ദേഹം ലാസ്റ്റ് ഞാൻ പറഞ്ഞു, അല്ലടാ എന്തായി കുറെ ദിവസങ്ങൾ, ഒരാഴ്ച 2 ആഴ്ച നമ്മൾ ഈ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ തീരുമാനം എടുത്തോ, വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കും ചേട്ടാ പറഞ്ഞ കാര്യം തരാം. എലമെന്റ്സുകാർ 75,000 രൂപ വാങ്ങിച്ചിട്ട് ഒരു സോപ്പ് പോലും തന്നിട്ടില്ല. എലമെന്റ്സ് കമ്പനി 75,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു സോപ്പ് പോലും എനിക്ക് തന്നിട്ടില്ല. എൻ്റെ വൈഫ് മുഴുവൻ നെഗറ്റീവാണ്. അത് കഴിഞ്ഞ് ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫിജി കാർഡ് പോയി ജോയിൻ ചെയ്ത് 25,000 രൂപ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് തന്നു, ഒന്നിനും കൊള്ളാത്ത പ്രൊഡക്റ്റ്. ഇനി ഞാൻ ഈ ബിസിനസ് എൻ്റെ വൈഫിനോട് ഞാൻ തള്ളിപ്പായി ഓടിച്ചോളി. അദ്ദേഹത്തിന് ആ ഒറ്റ ടെൻഷനേ ഉള്ളൂ, ഇതെങ്ങനെ ഇനി വൈഫിനോട് പറയും, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചെയ്യണം തോന്നുന്നുണ്ട്. ഈ പ്രശ്നം അതെ. അപ്പോ കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ മനസ്സിലാക്കുക. ഇത് മേലോട്ട് പൈസ പോകുന്ന ബിസിനസ് അല്ല, മറ്റുള്ളവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് അല്ല. ഈ എലമെന്റ്സിന്റെ കാര്യം ചെയ്യുന്ന എന്താണ്, സാധനം വാങ്ങിക്കാൻ മാത്രം വിളിച്ചുകൊണ്ടിരിക്കുക. 1,00,000 രൂപക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 2-3 ഹോം മീറ്റിംഗ് നടത്തി തരും, പിന്നെ അങ്ങോട്ട് തിരിച്ചു വരത്തില്ല. അതുപോലെ അല്ല കേട്ടോ, ഇതിലുള്ള ആർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മാർക്കറ്റിംഗ് പ്ലാൻ, നമ്മുടെ വരുമാനം കൂടിയാൽ മാത്രമേ മേലുള്ള ലീഡർമാർക്ക് വരുമാനം കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കമ്പനിക്ക് പ്ലാൻ ഇല്ല. താഴെ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് വരുമാനം കൂടിയാൽ എനിക്ക് വരുമാനം കിട്ടും, അതിനുവേണ്ടി മാത്രം ഞാൻ ഇത്രയും ഓടി നടന്ന് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എത്ര മണിക്കൂറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. രാവിലെ ഫിസിക്കൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് മീറ്റിങ്ങിനുണ്ടാവും, 8 മണിക്ക് മീറ്റിംഗ്, 9 മണിക്ക് മീറ്റിംഗ്, എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിൽ നേപ്പാളിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, ഹിന്ദി മീറ്റിംഗ് നേപ്പാളിൽ റെഗുലർ ജോയിനിങ് നടന്നുകൊണ്ടിരിക്കുക നേപ്പാളിലേക്ക്. അപ്പോൾ എത്രയോ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ള ഇത്രയും നല്ല മാർക്കറ്റിംഗ് പ്ലാൻ ആയതുകൊണ്ടാണ്. നമ്മളെ കൂടെ വന്നിരിക്കുന്നവർക്ക് വരുമാനം കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ വരുമാനം കൂടുള്ളൂ. അപ്പോൾ സാധനം വാങ്ങിപ്പിക്കാൻ എല്ലാ ആൾക്കാരും നിങ്ങളുടെ ബിസിനസ് വലുതാവാൻ, നിങ്ങളുടെ ടീം വലുതാവാൻ, നിങ്ങൾക്ക് വരുമാനം കൂടാൻ വേണ്ടി നിങ്ങൾ കാണണം. അതിന്റെ സ്ട്രക്ചറും സിസ്റ്റവും കമ്പനി തരുന്ന ട്രെയിനിങ്ങും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ 5 കാര്യം നിങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതും എനർജിയും എക്സൈറ്റ്മെന്റോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ആൾക്കാരുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞാലും? അടുത്തത് ഫോളോ ഓർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണ്. നമ്മൾ ഒരിക്കലും ഈ പല ആൾക്കാരും പ്രശ്നം ഫോളോ അപ്പ് ചെയ്യത്തില്ല. പ്ലാൻ കാണിക്കും, അവർ തിരിച്ചും കൂടി വിളിക്കുന്ന വെച്ച് കാത്തിരിക്കാം. ഫോളോ അപ്പ് എന്ന് വെച്ചാൽ ഒരു 24 മണിക്കൂറിനകം അദ്ദേഹത്തിനെ വിളിക്കാനോ അദ്ദേഹത്തിനെ കാണാനോ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ആ വ്യക്തി ബിസിനസ്സിലുണ്ടാവും. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ, 2 ആഴ്ചയില്ല, ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ ഒരു പ്ലാൻ കാണിച്ചു ഒരു ഫാമിലിക്ക്. അവിടെ പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും ഈ ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്യത്തില്ല, നിങ്ങളെ പറയാൻ പോലും സമയമില്ല, അത്രയും കട്ട നെഗറ്റീവ് ഫാമിലി ഹസ്ബൻഡ് വൈഫും. എന്നിട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തി. അവൾ ചെയ്യത്തില്ല എന്നറിയാം, എന്നാലും എന്നെ കൊണ്ടിരുത്തി. പക്ഷെ ഞാൻ പ്ലാൻ പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആ ലേഡി പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ തന്നെ നമ്മളിത് നോ പറയാൻ വേണ്ടി കാത്തിരുന്നാണ്, പക്ഷെ 85% ഞാൻ ഓക്കെ ആയി ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി. അതിനെ അത്രയും മാറ്റി നിങ്ങൾ ഈ കാര്യത്തിൽ. ഒരു 15% ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളിലുണ്ട്, അത് ഞാൻ മാറ്റാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ വീട്ടിൽ ഞാൻ പിറ്റേ ദിവസം പോയിട്ടുണ്ടെങ്കിൽ അവർ ബിസിനസ് ജോയിൻ ചെയ്തേനെ. പക്ഷെ എന്നെ അവിടെ കൊണ്ടുപോകാൻ ആ വ്യക്തി തയ്യാറായിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു. ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല. നമ്മൾ ഫോളോ അപ്പ്, രണ്ടാമത്തെ പോക്ക്, അത് 24 മണിക്കൂറിനകം ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂറിനകം ആ വ്യക്തിയെ ഓൺലൈനിലൂടെ ചെയ്യുന്ന വ്യക്തിയാണ് നമ്മളെല്ലാവരും. 24 മണിക്കൂറിനകം ആ വ്യക്തി വിളിക്കാനോ സംസാരിക്കാനോ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവർ നിങ്ങളോടും ബിസിനസ് ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞാൽ അവർ വരാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണോ ഫാമിലി പ്രോബ്ലം കാരണം ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തായിരിക്കും. പിന്നീട് റെസ്പോണ്ട് ചെയ്താൽ അത് നിങ്ങൾ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ അടുത്ത പ്ലാനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ടൂൾസ് കൂടെ കൊടുക്കാൻ തയ്യാറാവും. ഇതിനകത്ത് കുറെ ടൂൾസ് ഉണ്ട്. റോഡ് മാപ്പ് ടു സക്സസ് എന്ന് ഞാൻ ബുക്ക് കണ്ടു, നിങ്ങൾക്കറിയാം, ഞാനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലിപ്പ് ചാർട്ടും പല കാര്യങ്ങളും ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കൊടുക്കാനും. അതുപോലെ പ്ലാൻ കാണിക്കാൻ ഒരുപാട് സാധനങ്ങൾ ഒരുപാടുണ്ട്, കാണിക്കാൻ പറ്റാത്തതാണ്. ഫ്ലിപ്പ് ചാർട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ റോഡ് മാപ്പ് ടു സക്സസ് ഉണ്ട്, അങ്ങനെ 10 core സ്റ്റെപ്പിലേക്ക് ബുക്കുകളുണ്ട്. ഇതൊക്കെ അവർക്ക് കൊടുക്കണം പ്ലാൻ ശേഷം. അവർ ഇങ്ങോട്ട് വിളിക്കുന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾ കൊടുക്കണം കേട്ടോ. നിങ്ങൾ പ്ലാൻ കാണിച്ച വ്യക്തി നിങ്ങളെ വിളിച്ച്, സാറേ അല്ലെ സുകുമാരൻ ചേട്ടൻ അല്ലെങ്കിൽ നീതി വിളിച്ച് നിങ്ങൾ വന്ന പ്ലാൻ, ആ വ്യക്തി പ്ലാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, എനിക്ക് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്കുന്ന പ്രതീക്ഷിക്കും വേണം. അത് സാധ്യത വളരെ കുറവാണ്. കാരണം അവർക്ക് ആ പ്ലാൻ ആ സമയത്തിൽ മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ, തീരുമാനം എടുക്കാനായിട്ടില്ല. അപ്പൊ നമ്മൾ അവരെ കോൾ പ്രതീക്ഷിക്കേണ്ട, അവരെ അങ്ങോട്ട് തന്നെ വിളിക്കുക, സംസാരിക്കുക, പോയി കാണാം. നമ്മൾ അതാ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഐഡിയ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈനുമായിട്ട് അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു
സെറ്റപ്പ് ആക്കി കൊടുക്കുക. പ്രോസ്പെക്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈനുമായിട്ട് ഇരുത്താൻ, ഇപ്പോൾ ഓൺലൈൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ജോയിൻ ചെയ്ത വ്യക്തികളെ, ഐ ഡി എടുത്ത വ്യക്തികളെ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നെങ്കിൽ അവരുടെ സമയം കണ്ടെത്തി, അപ്ലൈൻ്റെ സമയം കണ്ടെത്തി അവരൊന്ന് ഇരുത്താം. ഫിസിക്കൽ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈനെ കൂട്ടി അവിടെ രണ്ടാമത് പോകും കേട്ടോ. വ്യക്തമാണല്ലോ. ഓൺലൈനിൽ ജോയിൻ ചെയ്ത വ്യക്തികളാണെങ്കിൽ അവർ സീരിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇതുപോലത്തെ മീറ്റിംഗുകൾ അവർ പങ്കെടുപ്പിക്കുക. നിങ്ങൾ അപ്ലൈനായിട്ട് സെപ്പറേറ്റ് ഇരുത്താൻ വേണ്ടി ശ്രമിക്കുക, എങ്കിൽ അവർ ബിസിനസ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള. ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ ഈ ഒരു വെസ്റ്റ് എന്ന ഓപ്പർച്യൂണിറ്റിയുടെ നിങ്ങളുടെ ലൈഫ് സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? കേട്ടിരിക്കുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞ കാര്യം കേട്ട ആൾക്കാർ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും വരുമാനം ആവശ്യമുണ്ട്. എന്തോ ഒരു സംതിങ് കാര്യം നിങ്ങൾ ബാക്കിലോട്ട് വലിക്കുന്നുണ്ട്. ഇതിൽ പല ആൾക്കാർ, ഭീമ മാഡം, തൃശ്ശൂരിലുള്ള ഭീമ മാഡം ജോയിൻ ചെയ്ത് കുറേ കാലമായി. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ സാറേ ചെയ്യണം സാറേ, തിരക്കായിപ്പോയി സാറേ, ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യൂ. ഒരു മണിക്കൂറെങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക സുഹൃത്തുക്കൾ. എന്നാലേ നിങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ടും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടും കാര്യമില്ല. നിങ്ങൾക്ക് വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കൂ. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ നമ്മൾ മാറി നിന്നാൽ നടക്കത്തില്ല. നിങ്ങൾ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? 1 ലക്ഷം രൂപ ജോലി കിട്ടുന്ന, വരുമാനം കിട്ടുന്ന ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. നമ്മൾ ചെയ്യേണ്ട ജോലി വേറെ ആരും ചെയ്യത്തില്ല. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അതിന്റെ മേലുള്ള ലീഡർമാരൊക്കെ നിങ്ങൾ സഹായിക്കാനുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവും. 1 മണിക്കൂർ നിങ്ങൾ അത്രയ്ക്കും ബിസിയുള്ള ആളാണോ? 24 മണിക്കൂർ ബിസി ആവുന്ന ആരും കൊണ്ടോ? എനിക്കറിയത്തില്ല. അരമണിക്കൂറും കൊണ്ടാവത്തില്ല. ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കൂ. ഒരാളെങ്കിലും ഒരു ദിവസം കാണാൻ ശ്രമിക്കൂ. ഞാൻ റെഡിയാണ് ഏത് ജില്ലയിൽ വരാൻ. എനിക്ക് ഒരു മടി, ഒരുപാട് പൈസ ചെലവാ വരാൻ വേണ്ടി, നല്ലോണം പൈസ ചെലവാകുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ റെഡിയാ വിജയിക്കാൻ. ഷാവുൽ സാറിനൊക്കെ അറിയാം, അദ്ദേഹത്തിന് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്തതാ. ഒരു ലീഡറിനെയും വിളിച്ചാൽ വരത്തില്ല, പൈസ നോക്കും, ചെലവാണെന്ന് പറയും. പക്ഷെ ഞാൻ അതുപോലെ നോക്കാതെ അങ്ങോട്ട് പറയാം ഞാൻ വരാൻ വേണ്ടി. അങ്ങനെ സഹായിക്കുന്ന ലീഡർ ഉണ്ടാകുമ്പോൾ വില മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു എലമെന്റ്സിലും മൈ ലൈഫിലും പോയി കഴിഞ്ഞാൽ ലീഡർമാർ വരണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിക്കണം. ഞാനൊരു സോപ്പ് വാങ്ങിച്ച വ്യക്തിയോട് പറയാം ഞാൻ വന്ന് സഹായിക്കാന്ന് പറഞ്ഞത്. എത്ര പ്രാവശ്യം ഇതിൽ പല ലീഡർമാരും ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്നുള്ളത്. ഇനി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യുന്നവരെയോ, ഭരതേട്ടൻ പറഞ്ഞ കാര്യം, മിന്നാമിനിങ്ങിന്റെ ലൈറ്റ് കണ്ടിട്ട് ഊതിക്കൊണ്ടിരിക്കണം. ഞാൻ അടക്കം കത്തുമെന്ന് വെച്ച് ഊതിക്കൊണ്ടിരിക്കാം. കത്തത്തില്ല. തീരെ തന്നെ കത്തിക്കണം, തീരെ തന്നെ ഊതണം. പല ആൾക്കാർ ഇപ്പോഴും, നിങ്ങൾക്ക് പല ആൾക്കാർ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ നിങ്ങളെ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. പല ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നു, സാറേ ബിസി ആയിപ്പോയി സാറേ, സമയമില്ല സാറേ, അതായിപ്പോയി. എവിടെയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോകും? നിങ്ങൾ എവിടെയാണ് നിങ്ങൾ സമയം കളയുന്നത്? എന്നിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ മാറി ചിന്തിക്കൂ. കാരണം ദുബായിൽ 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആയിട്ട് UAE ഏറ്റവും ടോപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്ത ഞാൻ. 18 വർഷം വർക്ക് ചെയ്ത കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും വർഷം വർക്ക് ചെയ്ത കടകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഞാൻ എവിടെ വർക്ക് ചെയ്ത കടങ്ങൾ വിട്ടിട്ടുണ്ട്? അവിടെ നിന്നാണ് ഞാൻ മാറി ചിന്തിച്ചത്. കൊറോണ വന്ന സമയത്ത് ശമ്പളം പകുതിയായി, നടന്നുകൊണ്ടിരുന്ന ബിസിനസ് പൊളിഞ്ഞു പോയി. പിന്നെ ശമ്പളം പകുതിയായി, കമ്പനി നടന്നുകൊണ്ട് കമ്പനി പൊളിഞ്ഞു. ഇനി എങ്ങനെ കടം കിട്ടും? ആ സമയത്താണ് ഞാൻ മാറി ചിന്തിച്ചത്. പകുതി ശമ്പളം കിട്ടിയിട്ട് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ ജോബ് റിസൈൻ ചെയ്തിട്ട് 147 രൂപ മാത്രം ശമ്പളം കിട്ടുന്ന വെസ്റ്റീജിലോട്ട് ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. നിങ്ങൾ ആരും ജോബ് റിസൈൻ ചെയ്യണ്ട, ചെയ്യുന്ന ജോലി ചെയ്തോളൂ. ഇന്ന് ഉച്ചക്ക് കണ്ട അനിലേട്ടൻ എന്നോട് പറഞ്ഞു, വരുമാനമൊന്നുമില്ല, വൈഫ് വേറെ ജോലി നോക്കാനാ പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായും ജോലി കണ്ടുപിടിക്കണം. ഒരു അറ്റ്ലീസ്റ്റ് ശനിയും ഞായറും ലീവ് കിട്ടുന്ന ജോലി കിട്ടണം, ബെറ്ററായി. ആ 2 ദിവസം ഞാൻ വരാൻ സഹായിക്കും. ജോലിക്ക് പോകാതെ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ എന്നെ ആവാൻ തുടങ്ങും. കാരണം ഇതിലൊരു സക്സസ് ആയി വരാം. കാരണം ഇതിൽ വന്ന് എന്തെങ്കിലും ചെയ്താലല്ലേ വിജയിക്കത്തുള്ളൂ. നിങ്ങൾ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോയിക്കോ, 2 ദിവസം മതി. ആ 2 ദിവസം ഇതിനോട് വർക്ക് ചെയ്യും. 1 ദിവസം മതി, ആ 1 ദിവസം ഇതിനോട് വർക്ക് ചെയ്യും. അതുമില്ലേ 1 മണിക്കൂറുണ്ടോ, അതിനു വേണ്ടി മാറ്റി വെക്കും. നിങ്ങൾക്ക് സക്സസ് ആവാൻ സാധിക്കും. അത് ഞാൻ മാത്രമേ വരാനും പറയത്തില്ല. നിങ്ങൾ ഫുൾ ടൈം നിൽക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ കുറെ സാധനം വാങ്ങിക്കുന്ന ലീഡർമാരെ സഹായിക്കത്തുള്ളൂ. ഞാൻ അതൊന്നും നിങ്ങൾ പറയുന്നില്ല.
നിങ്ങൾ ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? 100% വെസ്റ്റിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആവും. 100% നിങ്ങൾ വീട്ടിലേക്ക് ഞാൻ വാങ്ങിക്കുന്ന 450 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൂട്ടാനല്ല പറഞ്ഞേ, നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം. ഇതിൽ എത്ര ആൾക്കാർ കുറെ കാലമായി ജോയിൻ ചെയ്തിട്ടുണ്ട്? ഒരു 40 PV പോലും ചെയ്യാതിരിക്കുന്ന എത്ര ആൾക്കാർ? നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലും ഒരു സോപ്പും അല്ലെ 2 സോപ്പ് ഒരു മാസത്തേക്ക് കൊണ്ടിരിക്കും. ഒരു പേസ്റ്റും വാങ്ങിച്ചാൽ, ഒരു ചായപ്പൊടിയും വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ പാത്രങ്ങൾ ലിക്വിഡ് വാങ്ങിച്ചാൽ 40 PV ആയി സുഹൃത്തെ. ഇത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുന്ന ആളാണോ? കുളിക്കാത്ത ആളാണോ? പണി തേക്കാത്ത ആളാണോ? ചിലപ്പോൾ ഒരു 2 രൂപ കൂടുതലായിരിക്കും മറ്റേ സോപ്പിനേക്കാളും, ഒരു 2 രൂപ കൂടുതലായിരിക്കും മറ്റേ പേസ്റ്റിനേക്കാളും. അതുകൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾക്കുള്ളത്? 2 രൂപ അധികം കൂടി നല്ല പേസ്റ്റ് ഉപയോഗിച്ചില്ലേ? വെളിച്ചെണ്ണയേക്കാളും ലാഭമാണ് നമ്മുടെ തവടെണ്ണ. പൈസയും ലാഭമാണ്, ക്വാളിറ്റിയും ലാഭമാണ്, ടേസ്റ്റും ലാഭമാണ്, കൊളസ്ട്രോൾ ഉണ്ടാവത്തില്ല. അത് വാങ്ങിച്ച 9 PV ആയി. ഇത് നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് ചെലവാക്കുന്ന പൈസ ഇല്ലേ? ഒരു 40 PV ചെയ്താൽ പോലും നിങ്ങൾ ബിസിനസ് ഓടിക്കൊണ്ടിരിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ ഈ സാധനം വാങ്ങിക്കണം? ഒന്ന് ഇതിന്റെ വലിപ്പം മനസ്സിലാക്കും. സമയമില്ല എന്നും പറഞ്ഞ്, എക്സ്ക്യൂസസ് എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർ പല ആൾക്കാരും. ഇതിലുള്ള പുതിയ ആൾക്കാർ കൂടി കേൾക്കുക. ഇതിലെ ഒരു വ്യക്തിയുണ്ട്, 7 പേര് കാണുന്നേ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, രഞ്ജിത്ത് എന്താന്നല്ല, എത്രയോ കാലം മുന്നേ ബിസിനസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ID 4 പ്രാവശ്യം കട്ടായി എന്ന് ID എടുത്തു. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ചെയ്യൂ സുഹൃത്തെ. സമയം എന്തിനാ വെറുതെ കളയും? ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. വെസ്റ്റീജ് കമ്പനി റെഡിയാണ്, വിന്നിംഗ് ടീം എന്ന അസോസിയേഷൻ റെഡിയാണ് ഞങ്ങൾ സഹായിക്കാൻ. ആരും റെഡിയാണോ? ഇവിടെ 41ഓളം ആൾക്കാരുണ്ടായിരുന്നു, 37 ആളായി. ഈ 37 പേരും റെഡിയാണോ? ആർക്കെങ്കിലും ഇവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറ്റും? ഈ 37 പേര് സ്ക്രീൻഷോട്ട് ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇവരുടെ പേരൊന്ന് അയച്ചു തരും. ഇതിലുള്ള പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഞാൻ ചോദിക്കാം. പുതിയ ആൾക്കാർ ഇന്ന് വന്ന, ഇപ്പൊ സരിത ആചാൻ, അല്ലെങ്കിൽ വേറൊരു സരിതയുണ്ട്, അല്ലെങ്കിൽ വേറെ അർഷ വിക്ടർ, നിങ്ങൾ ഇന്ന് വന്ന വ്യക്തിയാണോ? എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ ഉണ്ടായിരുന്ന 2 വർഷം മുന്നേയുള്ള വ്യക്തിയെക്കാളും ഡബിൾ വരുമാനം വാങ്ങിച്ചാലും ഞാൻ തയ്യാറാണ്. ഇവിടെയുള്ള 3 വർഷം മുന്നിൽ വ്യക്തിയെക്കാളും ഡബിൾ വരുമാനം വാങ്ങിച്ചാലും ഞാൻ തയ്യാറാണ്. ഇന്ന് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് ഇതിനകത്ത്. നിങ്ങൾ റെഡിയാണോ? അനിത രാജ്, അല്ല അനിത അജി അല്ലെ, അതുപോലെ ആശ വിക്ടർ, ഇങ്ങനെ നിരവധി ആൾക്കാർ പുതിയ പേര് വിളിക്കുമ്പോൾ വിഷമമുണ്ട്. എല്ലാവരും പുതിയതായി വന്ന ആൾക്കാർ, നിങ്ങൾ റെഡിയാണോ? ഞാൻ സഹായിക്കാൻ റെഡിയാണ്. ആർ യു റെഡി? അസീന ബീബി, നിങ്ങൾ സാധനം വാങ്ങിച്ചോ ഇല്ലോ എനിക്കറിയത്തില്ല. ID ആക്ടിവേഷൻ ചെയ്യാം. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനം ഇന്ന് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ ഇന്നലെ കണ്ട വ്യക്തി അവർ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനവും, കുക്കിംഗ് ഓയിലും, ചായപ്പൊടി, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തറ തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, ഷാമ്പു, ഹെയർ ഓയിൽ, കണ്ടീഷണർ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, നിങ്ങളുടെ സാധനം ലിസ്റ്റ് ഉണ്ടാക്കി എനിക്ക് തന്നു. അലർജി പ്രോബ്ലം ഉണ്ട്, അലോവേരയും കുറച്ച് റെസ്പോക്കെ കുറച്ച് പ്രൊഡക്റ്റും പറഞ്ഞു. കുട്ടികൾക്ക് മൾട്ടി വിറ്റാമിൻ കമ്മീസും 150 PV ആയി. സാധനം വാങ്ങിക്കാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു ബിസിനസ്. ഇതെല്ലാം ആവശ്യമുള്ള സാധനം, അനാവശ്യമല്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ വിഷമം തോന്നുന്നുണ്ടോ? പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്നുണ്ടാവും. എങ്കിലും സുഹൃത്തുക്കളെ, ഇതൊരു ബിസിനസ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഒരു 10,000 രൂപ ഇല്ലാതെ എന്തെങ്കിലും ബിസിനസ് 10,000 രൂപയില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു അച്ചാർ ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ പോലും ആ ബോട്ടിലിന്റെ പൈസ വേണം, നാരങ്ങന്റെ മാങ്ങയുടെ പൈസ വേണം, അച്ചാർ പൊടിയുടെ പൈസ വേണം, അതിൻ്റെ അതിന് എണ്ണയുടെ പൈസ വേണം, അതിന് പോലും പൈസ വേണ്ടേ? അതാ പറഞ്ഞേ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വാങ്ങിക്കും, അത് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യും. നിങ്ങൾ കുറെ ആവശ്യമില്ലാത്ത സാധനം വാങ്ങി വിൽക്കാനല്ല പറഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നല്ലതല്ലേ, ഓക്കെ ആണെങ്കിൽ അത് ഒന്നിനുണ്ടാക്കുക, അപ്പുറം ഇപ്പുറം കൊടുത്തിരി നടന്ന് ശരിയാനല്ല, അതിന്റെ സന്തോഷം ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പുറം കൊടുക്കും. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്ഥിരമായിട്ട് എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടിയിട്ടും കുറെ ഫ്രീ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സെൽഫ് കുറച്ച് കൂടുതലാവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് കുറെ ഫ്രീ പ്രോഡക്റ്റ് കിട്ടും. നിങ്ങളുടെ വീട്ടിലെ ചെലവ് കുറഞ്ഞു വരും. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനം നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടി തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 5 or 6 ലോയൽ കസ്റ്റമറെ കണ്ടുപിടിക്കുക. നിങ്ങൾ അയൽവക്കക്കാരും ഫ്രണ്ട്സും ബിസിനസ് വരാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമറായി കൂടെ നിർത്തുക. നിങ്ങളുടെ ബന്ധക്കാരുണ്ടോ അല്ലെ, പഠിച്ചു കഴിഞ്ഞപ്പോൾ ജോലിയായോ, ഇങ്ങനെ ചോദിച്ച് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരുപാട് ആൾക്കാരുണ്ടോ? ഞാനിപ്പോൾ ഇതാ ബിസിനസ് ചെയ്യുന്നത്. വീട്ടിലേക്ക് സോപ്പും പേസ്റ്റും വാങ്ങിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കാതെ എന്നും സഹായിക്കും. ഒരു സോപ്പും പേസ്റ്റും വാങ്ങിക്കുന്നു, ഇച്ചിരി വീട്ടിൽ കൊടുത്താൽ നല്ല സോപ്പും പേസ്റ്റ് ആയിരിക്കും. അവർ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കും. അങ്ങനെ 2-3 നമ്മൾ ബന്ധക്കാരെ കാണും. ഒത്തിരി ബന്ധക്കാരും ചങ്ങായിമാർ നമുക്കുണ്ടാവും. അവരോട് പറഞ്ഞാൽ മതി. അവർ അത്യാവശ്യം 150-200 PV ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ചോദ്യം കൂടെ, ഈ വന്നിരിക്കുന്ന 37 പേരിൽ വന്ദേ ഭാരതിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ല ലോക്കൽ ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, വന്ദേ ഭാരതിൽ പോകാൻ പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് നല്ല വരുമാനം പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ
എന്നെ പേഴ്സണൽ കോൺടാക്ട് ചെയ്യാം. വന്ദേ ഭാരതിൽ എങ്ങനെ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ബിസിനസ് മൈൻഡിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ കേട്ടോ. ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിക്കാൻ പറ്റാത്ത വ്യക്തിക്ക് വന്ദേ ഭാരതിൽ കയറാൻ പറ്റില്ല, ലോക്കൽ ട്രെയിനിൽ കയറാൻ പറ്റില്ല, കുഴപ്പമില്ല, നമുക്കും വിജയിക്കാം, കുഴപ്പമില്ല. ലോക്കൽ ട്രെയിനായാലും അവിടെ എത്തുമല്ലോ, കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തും. നിങ്ങൾ വന്ദേ ഭാരതിൽ പോകണം, ഒരു 3 മാസം കൊണ്ട് ഇതിൽ ഒരു ലെവൽ അച്ചീവ്മെന്റ്സിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്ത് തരാം. അവരുടെ കൂടെ എക്സ്ട്രാ ടൈം എടുത്ത് ഉറക്കമണിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അതിൽ സീരിയസ് ആയി നിൽക്കുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന 37 പേരിലും ID എടുത്ത ആൾക്കാരായിരിക്കും വിശ്വസിക്കണം. ID എടുക്കത്തില്ലെങ്കിൽ ഇന്ന് തന്നെ ID എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുക, നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അതും ഒരു നല്ല രീതിയിൽ ബിസിനസ് മൈൻഡിൽ തന്നെ വാങ്ങിക്കാം. എല്ലാവരും ഹൈറിച്ചുമായിട്ടും ആർച്ചിയുമായിട്ടും എലമെന്റ്സ് ആയിട്ടും കമ്പയർ ചെയ്യുകയാണ്. കാരണം ഹൈറിച്ചുകാർ സൂപ്പർ മാർക്കറ്റ് കാണിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെയാണ് അവർ മണി ചെയിൻ തുടങ്ങിയത്. ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റ് നാട്ടിലേക്ക് ഓപ്പൺ ആക്കി വെച്ചു, എല്ലാ ചപ്പ് ചവറോടെ കൊണ്ടുവച്ചു, 700 രൂപയ്ക്ക് ജോയിനിങ് ആക്കി. അതിലൊന്നും കിട്ടിയൊന്നുമില്ല. 700 രൂപയ്ക്ക് ജോയിനിങ് ഒന്നും കിട്ടിയില്ല. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് മണി ചെയിൻ സ്റ്റാർട്ട് ചെയ്തു. 10,000 കൊടുത്ത് മണി ചെയിൻ തുടങ്ങി. അപ്പൊ ചെറിയ വരുമാനം കിട്ടി തുടങ്ങി. അതിലെല്ലാവരും പൈസ തുടങ്ങി. ഇന്ന് എൻ്റെ അയൽവക്കത്തുണ്ട്, നമ്മൾ പാതി വിലക്ക് സ്കൂട്ടർ കാണിച്ച് കൊടുത്ത കമ്പനിയില്ലേ, പകുതി വിലക്ക് സ്കൂട്ടർ കൊടുത്ത്. എൻ്റെ നാട്ടിൽ വിനോദ് സാറിന്റെ അയൽവക്കത്തിൽ കൊണ്ടുപോയി പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടി. ഭാഗ്യവതിയാണ്, അവൾ മാത്രമേ ഭാഗ്യമുള്ളൂ. അവൾക്ക് കൊടുത്തിട്ട് പകുതി വിലക്ക് സ്കൂട്ടർ കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ പൈസ, വിനോദ് സാർ അടക്കം പൈസ കൊടുക്കാൻ പോയതാണ്. തട്ടിപ്പ് തോന്നി തിരിച്ചു വന്നതാണ്. പകുതി വിലക്ക് സ്കൂട്ടർ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടുകാർ മൊത്തം പൈസ കൊടുക്കാൻ പോയതാണ്. കുറേ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഒരു പെണ്ണിന് മാത്രം സ്കൂട്ടർ കൊടുത്തു. അത് വിശ്വസിക്കുന്ന മണ്ടന്മാർ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോഴും ഹൈറിച്ചിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഞാൻ ഇപ്പോഴും അവരുടെ മെയിൻ ലീഡറോട് ഇപ്പോഴും എന്നും ഡെയിലി അടികൂടിക്കൊണ്ടിരിക്കുക, എൻ്റെ നമ്പർ അടക്കം കൊടുത്തിട്ട്. കാരണം ഇപ്പോഴും അവർ പറ്റിച്ചുകൊണ്ടിരിക്കുക. അവർ പുതിയ ഉടായ്പ തുടങ്ങിയിട്ടുണ്ട്. വേറൊരു മണി ചെയിൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് സൊസൈറ്റി പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. പൈസ ചെറിയൊരു പൈസ കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി, 24,000 കിട്ടും ഒറ്റയടിക്ക്. 10-40 പേർ പൈസ കൊടുത്താൽ മാത്രം. ഒരുപാട് മണി ചെയിനുകൊണ്ട് വിശ്വസിക്കരുത്, പൈസ കളയാതിരിക്കുക. ഒരുപാട് ഓഫറുകൾ വേറെ വരും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക. മണി ചെയിനിൽ കൊണ്ട് പൈസ കളഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫിജി കാർഡിലും എലമെന്റ്സിലും പൈസ കളഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് പോട്ടെ, അതൊന്നും ഈ ലിസ്റ്റിൽ വരാത്ത കമ്പനികളാണ് കേട്ടോ. 12 ലിസ്റ്റിലുള്ള കമ്പനികളുണ്ട്, ആ പേര് നോക്കുക. എന്നിട്ട് പോലും പല കമ്പനികളും ഇതിനകത്തുണ്ട്, വില കൂടിയ കമ്പനികൾ ഇതിനകത്തുണ്ട്. ഫോറവറൊക്കെ വില കൂടുക, എന്നിട്ടും ആ കമ്പനി വഴി ലിസ്റ്റിലുണ്ട്. കാരണം അവർ ഡീസൻ്റായി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വില കൂടുതലാന്നേ ഉള്ളൂ, ഡീസൻ്റായി ചെയ്യുന്നുണ്ട്. ആൾക്കാരെ ഡംപിങ് ഒന്നും അവർ ചെയ്യുന്നില്ല. പക്ഷെ 30,000 സാധനം വാങ്ങിച്ചാൽ ഡീസൻ്റാ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വ്യക്തമായി മനസ്സിലാക്കുക. എൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ള എന്നെ കോൺടാക്ട് ചെയ്യുക. ഫിസിക്കൽ സപ്പോർട്ട് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ വരാൻ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. 1 മണിക്കൂറിലധികമായി. ബാക്ക് ടു നീതി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അല്ലെ, 1 മണിക്കൂർ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കിത് കേട്ടിട്ട് നമുക്കൊരു ബോർ അടിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് മിക്ക ദിവസങ്ങളിലും, അതായത് ബുധൻ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലെയുള്ള സെഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അതുപോലെ സാറിന് ഒരു പ്രത്യേകം നന്ദി, നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ആൻഡ് വിഷ് യു വെൽത്ത്.